ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഒരു വെള്ളിയാഴ്ച സഭാരാധനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വെള്ളിയാഴ്ച കൂടി കർത്താവ് നമുക്ക് തന്നല്ലോ, ജീവനോടെ നമ്മെ ശേഷിപ്പിച്ചല്ലോ, നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകിയല്ലോ. ആ കർത്തൃസന്നിധിയിൽ കൂടി വന്ന ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഒരവസരം കൂടി ജീവിതത്തിൽ നമുക്ക് തന്നല്ലോ. ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിയാട്ടെ. തന്ന ആരോഗ്യത്തിനായി, തന്ന ബലത്തിനായി, തന്ന ശക്തിക്കായി, തന്ന ശബ്ദത്തിനായി ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചോണ്ടിരുന്നോട്ടെ. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണല്ലോ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, വരുവിൻ യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക. യഹോവ മഹാദൈവമല്ലോ. ഹല്ലേലൂയ. അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ആ ദൈവത്തെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ വിളിച്ച് വേർതിരിച്ചല്ലോ, ഇന്നയോളം നമ്മെ നടത്തിയല്ലോ, നമ്മെ ഇന്നയോളം കൊണ്ടുവന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. തന്ന നന്മകൾക്കായി, തന്ന കുടുംബങ്ങൾക്കായി, തന്ന ജോലിക്കായി, തന്ന ബിസിനസ്സിനായി, തന്ന കുഞ്ഞുങ്ങൾക്കായി, എല്ലാറ്റിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ പ്രായത്തിലുള്ള അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴ്, ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയപ്പോഴ്, അല്ലെങ്കിൽ ജീവനോടെ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിപ്പാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവ് രണ്ടോ മൂന്നോ പറയുന്ന നാമത്തിൽ കൂടുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. അവിടുത്തെ ഹല്ലേലൂയ തുള്ളി രക്തം വരെ കൊടുത്ത് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറവിലയായി അത് ഞങ്ങൾ വീണ്ടെടുത്തല്ലോ, ഞങ്ങൾ നീതീകരിച്ചല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് യോഗ്യത ഒന്നും ഉണ്ടായിട്ടല്ല കർത്താവേ, ഞങ്ങൾക്ക് പറയുവാൻ, ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ തേടിയെത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു പാരമ്പര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് പ്രത്യേക മഹിമയൊന്നുമില്ല, എങ്കിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ തേടിയെത്തി. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തെ സ്തുതിപ്പാൻ ഹല്ലേലൂയ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നല്ലോ. ഇന്നയോളം ഞങ്ങളെ കരുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങൾ വെള്ളത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്, പലപ്പോഴും ഞങ്ങൾ തീ കൂടി കടന്നു പോയിട്ടുണ്ട്. വെള്ളത്തിൽ കടന്നുപോയ അനേകർ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ മുങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. തീയിൽ കൂടി കടന്നുപോയ അനേകർ വെന്തുരുകി പോയപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ വെന്തുരുകാതെ ഹല്ലേലൂയ ഞങ്ങൾ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ആ ദൈവത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആ നല്ല ദൈവത്തെ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തെ, നിന്നെ രക്ഷിച്ച ദൈവത്തെ, നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ, നിനക്ക് നന്മ നൽകിയ ദൈവത്തെ, നിനക്ക് നല്ല കുടുംബം നൽകിയ ദൈവത്തെ, അല്ലെ നിനക്ക് നല്ല കുഞ്ഞുങ്ങൾ നൽകിയ ദൈവത്തെ, ഹല്ലേലൂയ ഈ മഹാമാരിയിലും നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ ശബ്ദം ഉപയോഗിച്ച്, നിന്റെ ആരോഗ്യം ഉപയോഗിച്ച് ഹല്ലേലൂയ ആ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ ദൈവം നല്ല ദൈവമാണ്, നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നാളും കൈവിടാത്ത ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരത്തേക്ക് ഹല്ലേലൂയ അവൻ മുഖം മറച്ചാലും എന്നും മുഖം മറയ്ക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് പ്രിയപ്പെട്ട ലാസർ മരിച്ചപ്പോഴും 2-3 ദിവസം അവൻ മുഖം മറച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിളിച്ചപ്പോൾ അവൻ ചെന്നില്ല. ഹല്ലേലൂയ. അതിനുകൊണ്ട് കർത്താവിന്റെ പദ്ധതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ എന്നേക്കും ഹല്ലേലൂയ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് നീ വിളിച്ചു വന്നില്ലെങ്കിൽ നാളെ വരും, നാളെ വന്നില്ലെങ്കിൽ മറ്റന്നാൾ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ എല്ലാവരും മഹത്വപ്പെടുത്തിയാട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവ ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ എല്ലാവരും പങ്കെടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആകുലങ്ങൾ ഹല്ലേലൂയ മാറിപ്പോകട്ടെ, നമ്മുടെ സങ്കടങ്ങൾ മാറിപ്പോട്ടെ, നമ്മുടെ ആദികൾ മാറിപ്പോട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം
ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ കളയുന്ന ദൈവമല്ല, വഴിയിൽ ഹല്ലേലൂയ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ വിളിച്ച ദൈവമെങ്കിൽ അന്ത്യത്തോളം നമ്മെ നടത്തും. അവൻ വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്ത, എല്ലാവരും ദൈവത്തെ ആരാധിക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ ആരാധനയിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവൻ ആരാധന ഇഷ്ടപ്പെട്ട ദൈവമാ, നമ്മുടെ സ്തോത്രയാഗങ്ങൾ ഇഷ്ടപ്പെട്ട ദൈവമാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കാൻ വേണ്ടി നമ്മെ അവൻ വിളിച്ചു വേദിച്ചെങ്കിൽ നാം ആരാധിക്കാതിരിക്കുന്നത് തെറ്റാണ്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ ദൈവസന്നിധി ഏറ്റുപറ. ഹല്ലേലൂയ. ദൈവം വിശുദ്ധനാണ്. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാൻ എല്ലാവരും വിട്ടുകൊടുത്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ താഴ്ത്തി സമർപ്പിച്ചാട്ടെ. നിന്റെ പ്രാർത്ഥന അവൻ കേൾക്കും, നിന്റെ പ്രാർത്ഥനകൾ മറുപടി നൽകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ആരോഗ്യം അവൻ വീണ്ടും തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. നല്ലൊരു വെള്ളിയാഴ്ച വീട്ടിൽ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. കഴിഞ്ഞ രാത്രികാലം അനേകം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ ഒരു വെള്ളിയാഴ്ച കൂടി ഞങ്ങൾക്ക് തന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ ഒരു വെള്ളിയാഴ്ച കൂടി ഞങ്ങൾക്ക് തന്നല്ലോ. ഹല്ലേലൂയ. ഈ ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഓരോ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എല്ലാവരെയും കർത്താവ് കാത്തു പരിപാലിക്കണമേ. ഹല്ലേലൂയ. അവരായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെല്ലട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെല്ലട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഒരു സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നലെ അനുഭവിച്ച പോലെയല്ല, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം അവരുടെ ശരീരങ്ങളിലേക്ക് ഈ സമയത്ത് ഇറങ്ങിച്ചെല്ലട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് പാടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തണമേ. കർത്താവിന്റെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത ശബ്ദം, ഹല്ലേലൂയ തേനിലും മധുരമായ ശബ്ദം ഒരു ദാസൽ കൂടി ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ശബ്ദം, ഞങ്ങളെ ശോധന ചെയ്യുന്ന ശബ്ദം, ഹല്ലേലൂയ ഞങ്ങളെ മാറ്റുന്ന ശബ്ദം ഞങ്ങൾ ഇന്ന് കേൾക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്നയോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, ഞങ്ങളെ കരുതിയല്ലോ, വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തല്ലോ. ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്, സ്തോത്രം പറയുകയാണ് കർത്താവേ. താഴ്ത്തി സമർപ്പിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് എല്ലാം നിയന്ത്രിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരെയും ഇനി കടന്നു വരാനുള്ളവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, എല്ലാവരെയും കർത്താവ് കാത്തു പരിപാലിക്കണം. കർത്താവ് ഈ മഹാമാരിയിൽ നിന്ന് എല്ലാവരെയും കർത്താവ് രക്ഷിക്കണം. അവരുടെ ജോലി മേഖലകളെ, ബിസിനസ് മേഖലകളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യണം. ആരും തളർന്നു പോകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇടുക്കമുള്ള പാതയിൽ, ഞെരുക്കമുള്ള പാതയിൽ ആരും തളർന്നു പോകരുത്. ഉത്സാഹത്തോടെ ദൈവത്തെ നോക്കി ഹല്ലേലൂയ ക്രൂശിയെ നോക്കി യാത്ര ചെയ്യുവാൻ എല്ലാവരും കർത്താവ് ബലപ്പെടുത്തണമേ. എല്ലാവരും കർത്താവ് ശക്തീകരിക്കുമാറാകണമേ. ഇരട്ടി അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ. അങ്ങയുടെ മാറ്റമില്ലാത്ത ശബ്ദം, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ടെന്ന ശബ്ദം എല്ലാവരെയും കർത്താവ് കേൾപ്പിക്കുമാറാകണമേ. എല്ലാവരും താഴ്ത്തി കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഗീതങ്ങൾക്കായും മനോഹരമായ ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിപ്പാൻ കൃപ തന്നതിനായും നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തിന് നന്ദിയും മഹത്വവും ആരാധനയും അർപ്പിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് എത്ര നല്ലവൻ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നല്ലവൻ എന്ന് പറയുമ്പോൾ ആമേൻ കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവല്ലാതെ നല്ലവൻ മറ്റാരുമില്ല. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം മനുഷ്യർ നല്ലവരെന്നല്ല. എന്നാൽ ഈ നല്ലവർ എന്ന് പറയുന്ന എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും കുറവുകൾ കാണും, ഏതെങ്കിലും പോരായ്മകൾ കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആമേൻ ആഗ്രഹിക്കാതെ ആമേൻ തന്നെ പല പോരായ്മകളും തെറ്റുകളും കുറവുകളും ചെയ്യുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. ആമേൻ ആഗ്രഹിക്കാതെ നമ്മെ വേദനിപ്പിച്ചവരുണ്ടാകും. നമ്മളെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ സംഭവിച്ചു പോയി. കാരണം ആമേൻ എത്ര നല്ലവരാകാൻ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ മനുഷ്യരിൽ ഉണ്ടാകും. ഹല്ലേലൂയ. എത്ര തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ ശ്രമിച്ചാലും എപ്പോഴെങ്കിലും അബദ്ധത്തിലെങ്കിലും ചില വീഴ്ചകൾ, കുറവുകൾ മനുഷ്യരിൽ ഉണ്ടാകും.
ഹല്ലേലൂയ. ദൈവം അത് ക്ഷമിക്കുവാൻ വല്ലഭനാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം എപ്പോഴും നല്ലവനാണ്. ഹല്ലേലൂയ. എന്നും നല്ലവനാണ്, എല്ലാറ്റിലും നല്ലവനാണ്, എല്ലായ്പ്പോഴും നല്ലവനാണ്. അവിടുന്ന് നമുക്ക് നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിന്റെ പദ്ധതിയിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയിക്കാം. ഇവിടെ പറഞ്ഞതുപോലെ ചില പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിരിക്കാം. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചോദ്യം ഉയരുന്ന നിലകളിലായിരിക്കാം. പക്ഷേ അപ്പോഴും നമുക്ക് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാം. കാരണം ദൈവം നമുക്ക് ഒരു തിന്മയും ചെയ്യാത്തവൻ, ഒരു ദോഷവും ചെയ്യാത്തവൻ, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല എന്ന് അരുളി ചെയ്തെങ്കിൽ നമുക്ക് അനർത്ഥമെന്ന് തോന്നുന്നത് പോലും നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ വരും കാലങ്ങളിൽ അറിയും. അല്ലെങ്കിൽ പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ നിത്യതയിൽ മനസ്സിലാക്കും, ദൈവം നമുക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ കർത്താവിനൊന്ന് കരം തട്ടി നന്ദിയും സ്തോത്രവും അർപ്പിച്ചാട്ടെ. ദൈവം എത്രയോ നന്മകൾ നമുക്ക് തന്നു. നാം അറിയാത്ത ഹല്ലേലൂയ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിയിരുന്നപ്പോൾ, തിന്മകളുമായി ശത്രു നമ്മെ വെല്ലുവിളിച്ചപ്പോൾ അതെല്ലാം നന്മയാക്കി തീർത്ത നല്ല കർത്താവിന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നറിയുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം കർത്താവിനെ ആത്മാവിൽ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പാ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഭാവികളും ദോഷികളുമായി ഞങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നന്മ എത്രയധികം നൽകും. തന്റെ മക്കളായ നമുക്ക് തരുന്ന നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നുപോയാൽ നാം ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. അവന്റെ വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിലെല്ലാ വേദനകളും അറിയുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാരംഭമായി നമുക്ക് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഈ ആരാധന ആരംഭിക്കുന്നതിന് ഏതാനും ചില മിനിറ്റുകൾക്ക് മുൻപ് പ്രിയ ആഷ്ലി ചായന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ അമ്മ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അമ്മ ട്രീറ്റ്മെന്റിലായിരുന്നു. ക്യാൻസർ സംബന്ധമായി വളരെ അസ്വസ്ഥയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ദിവസവും ഡയാലിസിസ് നൽകാനായിട്ട് ഇടയായി. പക്ഷേ അത് കഴിഞ്ഞ ഡോക്ടർമാർക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന രീതിക്ക് പറയുവാനിടയായി. കഴിഞ്ഞ ദിവസവും പ്രിയ മനോജ് അച്ചായൻ, ആഷ്ലി ചായൻ്റെ അളിയൻ, അവർ കുടുംബം പ്രിയ അമ്മയുമായി സൂമിലൂടെ നേരിട്ട് കണ്ട് ചില വാക്കുകൾ സംസാരിക്കുവാനിടയായി. അതവർക്ക് വലിയ ആശ്വാസമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ പ്രിയ മാതാവ് നമ്മുടെ പ്രിയയുടെ അമ്മയുടെ ചേച്ചി കൂടെയാണ്, മൂത്ത സഹോദരി കൂടെയാണ്. നമുക്ക് ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം മനോജാന്റെ 2 സഹോദരിമാർ നാട്ടിലേക്ക് യാത്ര ചെയ്തു. എങ്കിലും അവർക്ക് അമ്മയെ പോയി കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അവർ ക്വാറന്റൈനിലാണ്. നിർബന്ധിതമായിട്ട് വിദേശത്തു നിന്ന് വരുന്നവർ 2 ആഴ്ച ക്വാറന്റൈനിലായിരിക്കണമെന്നുള്ള നിയമമുള്ളത് കൊണ്ട് അവർക്ക് പോയി കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സമാധാനം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിലും തുടർന്നുള്ള ശുശ്രൂഷകൾ വളരെ ഭംഗിയായും മാന്യമായും ഒക്കെ ചെയ്യുവാൻ പ്രിയപ്പെട്ടവർക്ക് ദൈവം സാഹചര്യങ്ങളും സാവകാശങ്ങളും ഒരുക്കി കൊടുക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് അല്പസമയം നമുക്ക് ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ കർത്താവേ, ഞങ്ങൾ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ചില നാളുകളായി ട്രീറ്റ്മെന്റിലും വളരെ രോഗാവസ്ഥയിലും ശാരീരികമായ ക്ലേശത്തിലും പ്രിയ അമ്മയായിരുന്നു. ഈ ലോകത്തിൽ തുടരുവാൻ തൻ്റെ ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി അനുവദിക്കാത്ത സാഹചര്യത്തിൽ പ്രിയ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ആയുസ് പൂർത്തിയാക്കി ഹല്ലേലൂയ തൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാനിടയായി. കർത്താവേ, ദുഃഖത്തിൽ വേദനയിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മനോജ് ചായന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയുടെ മറ്റ് മക്കളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് നാട്ടിലെത്തിയിട്ടും അമ്മയെ കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ സ്വർഗീയ സമാധാനം നിറയ്ക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ദൈവിക ആശ്വാസം ദൈവം അയക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, പ്രിയാശ്ലിച്ചാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയയ്ക്കായി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. വല്യമ്മയുടെ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുമ്പോൾ ദൈവിക ആശ്വാസം
സമാധാനം, സ്വർഗീയമായ പ്രത്യാശ ദൈവം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കരം നീട്ടി ദൈവം സാന്ത്വനം അയക്കണമേ. ഹല്ലേലൂയ. കണ്ണുനീരങ്ങ് തുടയ്ക്കുമാറാകണമേ, വേദന അങ്ങ് അകറ്റുമാറാകണമേ. മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, എന്നാൽ ദൈവത്തിന് ബുദ്ധിയെ കവിയുന്ന സമാധാനം നൽകാനായിട്ട് കഴിയുമല്ലോ. ആ സമാധാനം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവിക ആശ്വാസം ദൈവം അയച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി പ്രിയപ്പെട്ടവരുടെ മേൽ സ്വർഗീയ ആശ്വാസം അയച്ചിരിക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ. സ്വർഗീയ പ്രത്യാശ ദൈവം അവരിൽ നിറയ്ക്കുമാറാകട്ടെ. മനുഷ്യന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. ആമേൻ. ഡോക്ടർമാർക്ക് മരുന്നിന് ഒന്നും ഒരു പരിധിക്കപ്പുറം അതിനൊന്നും പിടിച്ചു നിർത്താനായിട്ട് കഴിയത്തില്ല. ദൈവം നൽകിയിരിക്കുന്ന ആയുസ് തികച്ചാൽ അധികം ശരീരത്തിൽ ക്ലേശം അനുഭവിച്ച് ഈ ലോകത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹമാണ് പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളത്. ആമേൻ. ആ മാതാവിന് ദൈവം അങ്ങനെ ഒരു ആശ്വാസം, ഭാഗ്യം നൽകി എന്ന് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യാം. ഒപ്പം കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള ആവശ്യങ്ങളിൽ, ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ കരുതലും കരവും ദൈവം അയക്കട്ടെ. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ആമേൻ. അതിനായിട്ട് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. സഭയായി നമുക്ക് അവരെ പ്രാർത്ഥനയിൽ വഹിക്കാം. ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് സഭയുടെ മറ്റു വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കായി ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നിരവധി ദൈവമക്കളുടെ മാതാപിതാക്കൾ വളരെ പ്രായാധിക്യത്തിലായിരിക്കുന്നവരാണ്. പ്രിയബൻസനച്ചായന്റെ പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ റമി ചേച്ചിയുടെ മാതാപിതാക്കൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ജോൺ ലിച്ചായന്റെ മാതാപിതാക്കൾ, ആമേൻ. എലിസബത്ത് ചേച്ചിയുടെ പിതാവ്, സണ്ണിച്ചായന്റെ മാതാപിതാക്കൾ, ആശ ആന്റിയുടെ അമ്മ, ഹല്ലേലൂയ. അതുപോലെ ഐസക്കുട്ടി ഞങ്ങളുടെ അമ്മച്ചി, ആമേൻ. അങ്ങനെ നിരവധി പേരുടെ അമ്മമാർ, പിതാക്കന്മാർ വളരെ വാർദ്ധക്യത്തിലായിരിക്കുന്നു. നമുക്കറിയാം, ഈ സാഹചര്യത്തിലൊന്ന് ആഗ്രഹിച്ചാൽ പോലും പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാനോ കാണാനോ കഴിയാത്ത, ചെന്നാൽ തന്നെയും 2 ആഴ്ചകൾ കാണാൻ കഴിയാത്ത സാഹചര്യമൊക്കെയാണ്. ആമേൻ. എന്നാൽ ദൈവം അവരെ സൂക്ഷിക്കാൻ, കരുതാൻ, ദൈവം പരിപാലിക്കാൻ, ദൈവദൂതന്മാരുടെ കാവലിൽ സംരക്ഷിക്കാൻ, ദൈവം ശക്തീകരിക്കുവാൻ, ഹല്ലേലൂയ. അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾക്കൊന്നും മുടക്കം വരാതെ അത് ലഭിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ആവശ്യമായ സഹായ കരങ്ങൾ, മനുഷ്യകമായ സഹായം ആവശ്യമുള്ളിടത്തെല്ലാം ദൈവം അതൊരുക്കുവാൻ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലല്ലോ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കളെ ഒക്കെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ ഹല്ലേലൂയ ആമേൻ വാർദ്ധക്യത്തിലായിരിക്കുന്ന, ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ ആമേൻ അമ്മമാരെ, പിതാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ദൂരവേ ആയിരിക്കുമ്പോൾ, വിദേശങ്ങളിലായിരിക്കുമ്പോൾ, മാതാപിതാക്കളുടെ അടുക്കലേക്ക് ആഗ്രഹിച്ചാൽ തന്നെയും ഓടിയെത്തുവാൻ കഴിയാത്ത സ്ഥിതിയിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവം സഹായകനായി, ആശ്വാസദായകനായി, അങ്ങനെ ദൂതന്മാരുടെ ശുശ്രൂഷ നൽകുന്നവനായി കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഒരു ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഈ നാളുകളിൽ ഉണ്ടാകാതെ ദൈവം അവരെ കരുതണമേ, ദൈവം സൂക്ഷിക്കണമേ, കൃപയിൽ കാക്കണമേ, പരിപാലിക്കണമേ. അവർക്ക് ആവശ്യമായ ശുശ്രൂഷകളൊക്കെ ലഭിപ്പാൻ കൂടെ ചെയ്യണമേ. ഹല്ലേലൂയ. മരുന്നുകൾ ആവശ്യമായവർക്ക്, ട്രീറ്റ്മെന്റ് ആവശ്യമായവർക്ക് മുടക്കം കൂടാതെ ലഭിപ്പാൻ ദൈവം സഹായിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുത്തെ കരത്താൽ ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശാരീരികമായ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അനുഭവിച്ചായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്വാറന്റൈനിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം അവരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന, അത്ഭുതകരമായ വിടുതലും ആശ്വാസവും ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി നമ്മുടെ കരമുയർത്തി ആദ്യമേ നമുക്കൊന്ന് സ്തോത്രം അർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആമേൻ വിവിധ നിലകളിൽ ധൈര്യപ്പെടുത്താൻ, ആമേൻ പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, മാനസികമായൊക്കെ അവരെ ധൈര്യപ്പെടുത്താൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. അതിനായി നമുക്ക് കരമുയർത്തി ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ പലരും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുവാനിടയായി, അവരെ വിളിച്ചാശ്വസിപ്പിക്കാനിടയായി, മെസ്സേജുകൾ അയക്കുവാനിടയായി, നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പ്രതിഫലം നൽകട്ടെ, മാനിക്കട്ടെ. നിങ്ങൾ പറയുന്ന ഒരു വാക്കുപോലും, അവരുടെ ആശ്വാസത്തിനായി പറയുന്ന ഒരു വാക്കുപോലും ദൈവം വിലമതിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യതയുണ്ട്, വിലയുണ്ട്. ദൈവം അതിന് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. ആകയാൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ റോബിനച്ചായൻ, ഷിബ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോൾഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തന്നെ ദാസനെ ദൈവം സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സണ്ണിച്ചായൻ അല്പ ചുമയാൽ ബുദ്ധിമുട്ടുന്നല്ലോ, ദൈവം പൂർണ്ണമായ വിടുതലയക്കാൻ പ്രാർത്ഥിക്കാം. ആശാന്റെ ശാരീരികമായി നടുവേദനയുടെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ അനുഭവിക്കുന്ന ദൈവം പൂർണ്ണമായ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയയും അതുപോലെ നടുവേദന ചിലപ്പോൾ അനുഭവിക്കുന്നു, ദൈവം സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹർ പാസ്റ്റർ ആഹാരത്തിന് രുചി ഇല്ലാതെ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഹേമേ തന്റെ ആ സ്ഥിതിക്ക് ഭേദം വരുന്നു. ദൈവം പൂർണ്ണമായി തന്നെ ബലപ്പെടുത്തുവാൻ, സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഷിബു ഫിലിപ്പച്ചാനായി പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തുവാൻ, പൂർണ്ണമായി വിടുതലും സൗഖ്യം അയക്കാൻ പ്രാർത്ഥിക്കാം. തന്നോടൊപ്പം തന്റെ ജോലി സ്ഥാപനത്തിൽ താൻ താമസിക്കുന്നിടത്ത് ഒത്തിരി പേര് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവരെ സൗഖ്യമാക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആശ്ലിച്ചാന്റെ കുഞ്ഞുങ്ങളെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവരുണ്ട്, ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അടുക്കൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചവരുണ്ട്. ദൈവം അവരെല്ലാം സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ജോലി ചെയ്യുന്നവരെ സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് വാർഡുകളിൽ ജോലി ചെയ്യുന്ന പ്രിയ ബെന്നി ബ്രദർ, ഡെനി, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവർ, സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നേപ്പാൾ ചർച്ചിലെ പല സഹോദരങ്ങളുണ്ട്. നേപ്പാൾ ചർച്ചിലെ പോസിറ്റീവായ സഹോദരങ്ങളെ ദൈവം സൗഖ്യമാക്കാൻ ഇവരെല്ലാവരെയും ഓർത്തുകൊണ്ട് അല്പസമയം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. ലോകമെമ്പാടും പടർന്ന് പിടിച്ചിരിക്കുന്ന വ്യാധിയാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിങ്ങൾ സൗഖ്യമാക്കിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കട്ടെ, പരിപൂർണ്ണ സൗഖ്യം വീണ്ടെടുക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്താൽ ബുദ്ധിമുട്ടവർക്ക് കൊടുത്ത വിടുതലിനായി സ്തോത്രം. ജോലിച്ചാൻ എലിസബത്ത് ചേച്ചിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് ആരോഗ്യം ബലം പൂർണ്ണമായി നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോബിനച്ചാനായി ശിവാൻഡിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യവും ആരോഗ്യവും ബലവും ദൈവം പകരുമാറാകണമേ. സണിച്ചാൻ ആശാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. വിടുതലും ആരോഗ്യവും വ്യാപരിക്കട്ടെ. ആശ്രയിച്ചാനായി പ്രിയക്കായി കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക രോഗശാന്തിയും ആരോഗ്യവും പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ. മനോർപ്പാസനായി പ്രാർത്ഥിതദാസനെ ശക്തീകരിക്കണമേ. ക്ഷീണങ്ങളെല്ലാം വിട്ടുമാറട്ടെ. ശുശ്രൂഷയ്ക്ക് ബലവും കൃപയും നൽകുമാറാകണമേ. കർത്താവേ, ശിവ ഫിലിപ്പച്ചാനായി പ്രാർത്ഥിക്കുന്നു. മകനെ തുടരണമേ, സൗഖ്യം പകരണമേ, വിടുതലയക്കണമേ. കർത്താവേ, നേപ്പാൾ ചർച്ചിൽ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ദൈവം തൊട്ട് സൗഖ്യമാക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം വിടുവിച്ചതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ആമേൻ, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡെനിക്കായി പ്രാർത്ഥിക്കുന്നു. ബെന്നിബ്രദനായി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റ് പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വർക്ക് സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവരെ സൂക്ഷിക്കണമേ. യാത്രകൾ ചെയ്യുന്നവരെ പരിപാലിക്കണമേ. കർത്താവേ, രോഗബുദ്ധിമുട്ടുണ്ടാകാതെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ കൃപയും അഭിഷേകവും ദൈവം പകരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക ഈ ദിവസങ്ങൾ ധൈര്യപ്പെടുത്തുവാൻ, കൈത്താങ്ങുവാൻ ഒക്കെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ദൈവമക്കൾക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞ, പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, ഭക്ഷണങ്ങൾ നൽകിയ, മറ്റ് വിവിധ നിലകളിൽ ധൈര്യം പകർന്ന എല്ലാ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയിൽ കാക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ ശാരീരികമായി മറ്റു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അലക്സ് ശരീരവേദനയാൽ ഭാരപ്പെടുന്നു. കഴിഞ്ഞ ദിവസം താൻ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല, പനിയോ മറ്റ് കോവിഡിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തനിക്ക് മരുന്ന് നൽകി അയക്കുവാനിടയായി. പൂർണ്ണമായ വിടുതലും സൗഖ്യം നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അലക്സ് ഈ മീറ്റിംഗിൽ നമ്മോട് കൂടെ ഉണ്ടല്ലോ. ദൈവം മകനെ ബലപ്പെടുത്തുവാൻ, സൗഖ്യമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇമ്മാനുവേൽ ഇയർ ഇൻഫെക്ഷൻ അനുഭവിച്ചു. പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് വിടുതലിനായി ദൈവത്തെ സ്തുതിക്കാം. കോശി പനിയാൽ ഭാരപ്പെട്ടു, സൗഖ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദൈവം പൂർണ്ണമായി തന്റെ മകനെ വിടുവിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗക്ലേശങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം വിടുവിച്ചതിനായി സ്തോത്രം. അലക്സിന്റെ മേൽ പൂർണ്ണമായ സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. ശരീരവേദന വിട്ടുമാറട്ടെ, പൂർണ്ണമായ ആരോഗ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കോശിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പനി നിശേഷം വിട്ടുമാറട്ടെ, ദൈവിക വിടുതൽ വ്യാപരിക്കുമാറാകട്ടെ. ഇമ്മാനുവേൽ കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ആരോഗ്യം കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. മിനിയാണ്ടിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇൻഫെക്ഷൻ എല്ലാം വിട്ടുമാറട്ടെ, ദൈവിക രോഗശാന്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. മറ്റാരെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുന്നെങ്കിൽ അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. സ്വർഗം സൗഖ്യമയച്ചതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ചില പ്രയർ റിക്വസ്റ്റുകൾ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മിൻസൺ സാറിന്റെ മകൾ അമലയുടെ ഫൈനൽ എക്സാം ആരംഭിക്കുവാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈതലിനെ ദൈവാവശ്യമായി ജ്ഞാനം, ബുദ്ധി, വിവേകം നൽകുവാൻ ദൈവാലയങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം കൃപ നൽകുവാനായി, നല്ല വിജയം നൽകുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രേംചന്ദ്രന്റെ മകൾ നിക്കിയും കുടുംബമായിട്ട് അവര് വരുന്ന ദിവസം യാത്ര ചെയ്യുന്നു. ദൈവം അവരോട് കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. 3 hours ഫ്ലൈറ്റ് ജേർണി ഉണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
പിഞ്ചു പൈതലുമായി ന്യൂ ബോൺ ബേബിയുമായിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. നമുക്ക് ദൈവം അവരുടെ യാത്രയിൽ കൂടിയിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മിസൂറിയിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. കാരനിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ടവരുടെ യാത്രയിൽ ദൈവം കൂടിയിരിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 25-ാം തീയതി അവരുടെ യാത്രയിൽ ദൈവം കൂടിയിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മകന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ. കർത്താവ് സഹായിക്കാൻ പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അമലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ പ്രേംചങ്ങളുടെ മകൾ നിക്കിയുടെയും ടോജിന്റെയും കുഞ്ഞുങ്ങളുടെയും അതുപോലെ അവരുടെ പേരൻസിന്റെയും, പേരൻസ് പ്രായമുള്ളവരാണ് ടോജിന്റെ പേരൻസ്, അവരുടെ യാത്രയിൽ ദൈവം കൂടെ ഇരിക്കുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അമലയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ ദൈവം കൂടിയിരിക്കണമേ. ദൈവിക ജ്ഞാനം, ബുദ്ധി, വിവേകം നൽകണമേ. നല്ല വിജയം നേടുവാൻ ദൈവം സഹായിക്കണം. ഈ ഫൈനൽ എക്സാമിൽ ഉന്നത വിജയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ടോജിന്റെയും നിക്കിയുടെയും കുഞ്ഞുങ്ങളുടെയും ടോജിന്റെ പേരൻസിന്റെയും യാത്രയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 25-ാം തീയതി അവർ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമേ. സുരക്ഷിതമായി ഹല്ലേലൂയ യാത്ര ചെയ്ത് തന്റെ മകന് ജോലിക്ക് ജോയിൻ ചെയ്യുവാനും തുടർന്നും കർത്താവ് പ്രിയപ്പെട്ടവർ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കൃപ ചെയ്യണമേ. പിഞ്ചു പൈതലെയും ഉള്ള കരങ്ങൾ വഹിക്കണമേ. മാതാപിതാക്കളെ ഉള്ള കരങ്ങൾ വഹിക്കണമേ. ആരോഗ്യത്തോടെ ബലത്തോടെ പരിപാലിക്കാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്ത കൃപയ്ക്കായി നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ പിതാവേ, ആമേൻ. കരമുയർത്തി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന കർത്താവിനെ മഹിമപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പതിവായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മുടെ സഭയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കായും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലി ദൈവം ഒരുക്കാനായി നമ്മുടെ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. കർത്താവേ, ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അനുഗ്രഹീത ജോലി ദൈവം ഒരുക്കി കൊടുക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. പ്രിയ അജിൽ സിംഗിന് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവര് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. ദൈവം കൊടുത്ത ജോലിക്കായി, ഈ സമയത്ത് നൽകിയ ജോലിക്കായി കരമുയർത്തിയ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, പ്രിയ അജിലിന് ദൈവം കൊടുത്ത ജോലിക്കായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെയും പരിപാലിക്കാൻ, ജോലിയിൽ അഭിവൃദ്ധി നൽകുവാൻ, ആരുടെയും ശമ്പളങ്ങൾ കട്ട് ഓഫ് ചെയ്യപ്പെടാതെ നന്മ നൽകുവാൻ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് കരമുയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, ഞങ്ങളുടെ ദൈവമക്കൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. നിന്റെ മക്കൾക്ക് ജോലിയിൽ സ്ഥിരത നൽകണമേ. ശമ്പളത്തിന് മുടക്കമുണ്ടാകരുത്, ശമ്പളത്തിൽ കുറവുണ്ടാകരുത്. ദൈവമക്കായി കരുതണമേ. അവരുടെ ജോലി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ, വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കളുടെ ബിസിനസ്സുകൾക്കായി നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദൈവമക്കൾ എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമക്കൾ 19 പേർ സ്വന്തമായി കമ്പനികൾ നടത്തുകയും ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ. അവരെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബിസിനസ്സിൽ ദൈവിക കരുതൽ കാണട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. അത്ഭുത കരം നീട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമേ, നീ പ്രവർത്തിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഗർഭിണികളായ സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡോക്ടർ സിന്ധുവിനായി സ്തോത്രം, സിജിക്കായി സ്തോത്രം. ദൈവത്തിന്റെ മക്കൾക്ക് തക്ക സമയത്ത് അനുഗ്രഹീത വിടുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ ചെയ്യുന്നതിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവ രാജ്യത്തെ സംരക്ഷിക്കണമേ, കൃപയിൽ കാക്കണമേ. ഹല്ലേലൂയ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, അഭിവൃദ്ധി നൽകുമാറാകണമേ. കർത്താവേ, വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആരാധന പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ആരാധന പങ്കുചേരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങൾ ദൈവിക കരുതൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്തോ ചൈന ബോർഡറിൽ നടക്കുന്ന ഹല്ലേലൂയ എല്ലാ ടെൻഷനും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, ഹല്ലേലൂയ, വീരമൃത്യു മരിച്ച സോൾജേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. രാജ്യ സംരക്ഷണത്തിന് വേണ്ടി അവർ ജീവൻ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തെ ദൈവം സൂക്ഷിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധഭീതി എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സമാധാനം സ്ഥാപിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, അവിടുന്ന് സമാധാനം അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ രാജ്യത്തെ ദൈവം സൂക്ഷിക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. 2 വിഷയങ്ങൾ കൂടെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ജോൺ ലീ ജേക്കബ് ബ്രദർ, അദ്ദേഹം ഈ ലോക്ക്ഡൌൺ ആരംഭിക്കുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുൻപ് നാട്ടിലേക്ക് വരുവാനിടയായി. അദ്ദേഹത്തിന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് താൻ ജോലി ചെയ്യുന്ന ദോഹ ക്ലിനിക്കിൽ നിന്ന് തനിക്ക് ടെർമിനേഷൻ നോട്ടീസ് അയക്കുവാനിടയായി. സ്ഥാപനത്തിന് വരുമാനം കുറവാണ് എന്നുള്ള റീസൺ കാണിച്ചുകൊണ്ട് തന്റെ മകന് വേണ്ടി കരുതാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
തനിക്ക് ദോഹയിലേക്കൊന്ന് മടങ്ങി വന്ന് കാര്യങ്ങൾ തന്റെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള അവസരം തനിക്ക് സെപ്റ്റംബർ വരെ വിസ വാലിഡിറ്റി ഉണ്ട്. അതിനു മുമ്പായിട്ട് കടന്നു വരാനുള്ള ക്രമീകരണം ദൈവം ഒരുക്കാനായിട്ടും അതുപോലെ തുടർന്നും ദൈവം കരുതാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ വൈഫ് ന്യൂസിലൻഡിലായിരിക്കുന്നല്ലോ നീതു, തനിക്കും മകളുമായിട്ട് വേഗത്തിൽ അവിടേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ദൈവം അവസരം ഒരുക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വഴിവാതിലുകൾ തുറന്നു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ജോൺലിക്കായി ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, പ്രിയ ജോൺ ലിബ്രനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ മകന്റെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു, എന്നാൽ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. ഉന്നതമായതൊരുക്കുന്ന ദൈവം, ഹല്ലേലൂയ, ശ്രേഷ്ഠമായതൊരുക്കുന്ന ദൈവം, നിന്റെ മകന് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താൻ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരുതൽ വിഷയത്തിൽ വെളിപ്പെടുത്തണമേ, അത്ഭുതം ദൈവം ചെയ്യുമാറാകണമേ. അതുപോലെ കർത്താവ് ന്യൂസിലൻഡായിരിക്കുന്ന നീതുവിനോട് തനിക്കും പൈതലിനുമായി ചെന്ന് കുടുംബമായി ഒരുമിച്ച് അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തനിക്കും അനുഗ്രഹീത ജോലി അവിടെ ഒരുങ്ങപ്പെടാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക കരുതൽ വെളിപ്പെടുത്തണമേ. ദൈവം അത് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ എബി ബ്രദർ ചില രണ്ടാഴ്ചകൾക്ക് മുമ്പ് റിസൈൻ ചെയ്യുവാനിടയായി. തനിക്ക് സ്ഥാപനത്തിൽ ചില ടെൻഷന്റെ അവസ്ഥകളൊക്കെ ഉണ്ട്. അതുപോലെ താൻ നാട്ടിലേക്ക് വരാനായിട്ടും നേരത്തെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു സാഹചര്യമാണെന്ന് കണ്ട് താൻ റിസൈൻ ചെയ്തു. ഈ ജൂലൈ 4-ാം തീയതിയാണ് തൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. പ്രിയ എബിച്ചാന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ കുടുംബം, മക്കൾ നാട്ടിലായിരിക്കുന്നല്ലോ. താൻ നാട്ടിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. തൻ്റെ കുടുംബത്തെ പുലർത്താനും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ചില ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം തന്നെ പിന്നാലെ അത് നമ്മെ അറിയിക്കും. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. തൻ്റെ മകനോട് ദൈവം കൂടെ ഇരിക്കുവാൻ, ദൈവം കരുതാൻ, കരം പിടിച്ച് നടത്താൻ പ്രിയ എബി ബ്രദറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന തൻ്റെ മിസ്സിസ് ഉണ്ണിമേരി സിസ്റ്ററിനായി, 2 കുഞ്ഞുങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ പ്രിയ ബിച്ചാനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദോഹയിൽ ജോലി ഒരുക്കി കരുതി തന്റെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം നന്മകൾ ഒരുക്കിയതിനായി സ്തോത്രം. നിന്റെ മകൻ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്നല്ലോ. കർത്താവ്, ഈ 4-ാം തീയതി ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണല്ലോ. ദൈവം നിന്റെ മകനോട് കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് യാത്ര ചെയ്യുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തെ ദൈവം കരുതണമേ. മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദൈവം കരം പിടിച്ച് നടത്തണമേ. വഴികൾ തുറന്നു കൊടുക്കണമേ. ഉണ്ണിമേരി സിസ്റ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആരിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ബൈബിളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഷാരിനെ ദൈവം അനുഗ്രഹിക്കണമേ. ഇരു കുഞ്ഞുങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ ആവശ്യമായ കരുതൽ ദൈവം വെളിപ്പെടുത്തണമേ. മഹത്വം ദൈവം വെളിപ്പെടുത്തുമാറാകണമേ. കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തന്നതിനായി കരമുയർത്തി കർത്താവിനെ മഹിമപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ പ്രിയ ജോൺസൺ അച്ചായൻ വിഷയങ്ങളെ ചുരുക്കമായി വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രിയ ജോൺസൺ അച്ചായനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടി സഭയായി കൂടി വരുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, തിരുനാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല ദിവസത്തിനായി, നല്ല പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ കർത്താവേ, അങ്ങേ പാടി സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. അതിന് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ള കർത്താവേ, തിരുമുമ്പിൽ വെച്ച ഓരോ വിഷയങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന ഹല്ലേലൂയ പ്രിയ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മനോജാനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിന്റെ വേർപാടിൽ കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ആശ്രിതനായ പ്രിയ സിസ്റ്ററിനായി, കുഞ്ഞുങ്ങൾക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് കർത്താവെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നുള്ള കർത്താവെ ഫ്യൂണറൽ ശുശ്രൂഷയെല്ലാം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ, നല്ല കാലാവസ്ഥ ഒരുക്കുവാൻ, ഹാല ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ദേശം മുഴുവൻ ഹല്ലേലൂയ കോവിഡിനാൽ ഭാരപ്പെടുമ്പോൾ ദേശങ്ങളോട് കർത്താവെ അവിടുന്ന് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും കർത്താവെ ക്വാറന്റൈനിലായിരിക്കുന്നല്ലോ. അനേകർ കർത്താവെ വലിയ പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ കടന്നുപോയപ്പോൾ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ക്വാറന്റൈനിലും കർത്താവെ അങ്ങ് അത്ഭുത സൗഖ്യവും കരുതലും ചെയ്തതിനായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ക്ഷണിച്ചാനായ ആശാന്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ആശ്രിതനായി പ്രിയ ശിഷ്യനായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. റോബിൻ ചാൻ ഷിബി ചേച്ചിക്കായി സ്തോത്രം ചെയ്യുന്നു. ഷിബി ഫിലിപ്പോസ് ബദനായി തന്റെ സുഹൃത്തുക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, മനോപാഷനായി കൂടെയുള്ളവർക്കായി, നേപ്പാളി സുഹൃത്തുക്കൾക്കായി, സഹോദരങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ഒരനച്ചും സംഭവിക്കാതെ വളരെ അതിശയകരമായ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തുടക്കം മുതൽ ഇന്നയോളം കർത്താവെ വളരെ ഓരോ ദിവസവും ഹല്ലേലൂയ അങ്ങ് കരുതിയനായി കൊടുത്ത സൗഖ്യങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് സ്ഥാനങ്ങൾ അവരെല്ലാം കരുതണം കർത്താവെ. അങ്ങ് അറിയുന്നല്ലോ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണല്ലോ അപ്പച്ച. എങ്കിലും അവയുടെ നടുവിലും ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവെ അങ്ങ് അതിശയകരമായി കരുതുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ മെഡിക്കൽ ടീമിനെ എല്ലാവർക്കും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കർത്താവെ, അവരെല്ലാം കർത്താവെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ സംരക്ഷണവും കാവലും അവരോടൊപ്പം ഉണ്ടായിരിക്കണം കർത്താവെ. മറ്റ് ശാരീരികമായി രോഗത്തിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അലക്സിനെ ഓർക്കുന്നു കർത്താവെ, സ്തോത്രം. നിന്റെ ദാസന് സൗഖ്യം കൊടുക്കണം കർത്താവെ. ഇമ്മാനുവിന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കോശിക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ശാരീരികമായി ക്ലേശപ്പെടുന്ന എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ എക്സാം എഴുതുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അമലയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എക്സാം എല്ലാം നല്ല എഴുതുവാൻ കർത്താവെ വേണ്ട ബുദ്ധിയും ഞാനും പൈതലിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിക്കിക്കായി, ടോച്ചിനായി, കുടുംബമായി അവർ യാത്ര ചെയ്യുന്നുണ്ട് കർത്താവെ. പ്രിയപ്പെട്ടവരുടെ യാത്രകളെല്ലാം കർത്താവെ ഞങ്ങളുടെ സംരക്ഷണവും കാവലും കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പല സഹോദരങ്ങളും ജോലിയിലെ ബിസിനസ്സിലെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ കർത്താവെ. പലർക്കും ജോലി നഷ്ടമായല്ലോ കർത്താവെ. പലരും ജോലിയിൽ സാലറി കിട്ടാതെ വിഷമിക്കുന്ന കർത്താവെ. ജോലിക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ബിസിനസ് ചെയ്യുന്ന പല സഹോദരങ്ങൾക്കും കർത്താവെ പ്രൊജക്ട് ഇല്ലാതെ വിഷമിക്കുന്ന കർത്താവെ. ഈ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേട്ടതുപോലെ ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉളവാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ കർത്താവെ, ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്ന കർത്താവെ. പുതുവഴികൾ തുറക്കുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ചുറ്റും സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ കർത്താവെ, അങ്ങയുടെ കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടിയങ്ങളെ എല്ലാം കർത്താവെ ബലപ്പെടുത്തുന്നതിനായി, ദൈവിക ആശ്വാസവും പ്രത്യാശയും തരുന്നതിനായി കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദിവസങ്ങളിൽ കർത്താവെ പുതുവഴികൾ തുറക്കുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, കരയുന്ന സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. സിജിക്കായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സിന്ധുവിനായി പ്രാർത്ഥിക്കുന്നു. മറ്റു കർത്താവെ തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഞങ്ങൾ സഹോദരിമാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ പാർക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഖത്തറിനായ അതിന്റെ ഭരണകർത്താക്കൾക്കായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭരിക്കുവാൻ ആവശ്യമായി ബുദ്ധിയും ജ്ഞാനവും അധികാരികൾക്ക് കൊടുക്കണം കർത്താവെ. ദേശത്തെ എല്ലാ കർത്താവെ ക്രൈസ്തവും വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു. അധികാരികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിർത്തിയിൽ കർത്താവെ ജോലി ചെയ്യുന്ന ജവാന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ടവരെ ദൈവിക സമാധാനം കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അയൽ രാജ്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദേശങ്ങൾക്ക് സമാധാനം കൊടുക്കണം കർത്താവെ. ദേശത്തിന്റെ അധികാരികളെ അനുഗ്രഹിക്കുന്നു കർത്താവെ. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും എല്ലാം ദേശങ്ങളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവികളോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വചന ശുശ്രൂഷ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തണം കർത്താവെ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ കർത്താവെ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ കേൾക്കുവാൻ ഇടയാക്കണം കർത്താവെ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കർത്താവെ അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് അതിനുവേണ്ട ക്രമീകരണങ്ങളെ ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അപ്പൊ ആ ലോക സംഭവങ്ങളെല്ലാം അങ്ങയുടെ വരവേറ്റു അടുത്തിരിക്കുന്ന ഞങ്ങളെ അറിയിക്കുമ്പോൾ കർത്താവെ ഏറിയ ഭയത്തോടും ഭക്തിയോടും വിശുദ്ധിയോടും ഈ ദിവസങ്ങളിൽ കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. എല്ലാവിധ ദുരുപദേശങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് കർത്താവെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം കർത്താവെ അങ്ങയുടെ സാക്ഷികളായിട്ട് അനേകർക്ക് മുന്നിൽ കർത്താവെ യേശുവിനെ സാക്ഷീകരിക്കുന്നവരായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അങ്ങയുടെ വരവേറ്റു അടുത്തിരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ. കഴിഞ്ഞ കാലുകൾ കർത്താവെ ഞങ്ങളെ നടത്തിയ വിധങ്ങളെയെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. അനേകർ ഈ ദേശത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ അടിയങ്ങളെ അങ്ങ് കർത്താവെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ചല്ലോ കർത്താവെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ സൂക്ഷിച്ചല്ലോ. കടന്നു വന്ന വഴികളിൽ കർത്താവെ ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്ന് അല്പസമയം കർത്താവെ അങ്ങനെ സന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കണം കർത്താവെ. സകല വിഷയങ്ങൾ അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വം അങ്ങേക്ക്,
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നമ്മുടെ കരമുയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് നമുക്ക് ഒരു പുതിയ ദിനം ദാനമായി തന്നല്ലോ. ഒരാഴ്ച കൂടെ നമ്മെ വിട്ട് കടന്നുപോയല്ലോ. ആമേൻ. വരുന്ന ഒരാഴ്ച ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം സംരക്ഷിക്കട്ടെ. ഈ ആഴ്ചയിൽ നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്ക് ദൈവം ഒരു പുതിയ വർഷം അവരുടെ ജീവിതത്തിൽ ദാനമായി നൽകുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിൻ്റെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ വേഗത്തിൽ പറയാം. നാളെ 20-ാം തീയതി സോഫിയുടെ, അനിറ്റ ജോൺ സോഫിയുടെ ബർത്ത്ഡേ ആണ്. കർത്താവ് പൈതലിനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ 21-ാം തീയതി സുഖിച്ചാൻ്റെ മകൻ ആരൻ്റെ, മൂത്ത മകൻ ആരൻ്റെ ബർത്ത്ഡേ ആണ്. 21-ന്. ആമേൻ. അന്ന് തന്നെ പ്രിയ ഷാജിയങ്ങളുടെ മകൻ സന്ദീപിൻ്റെ ബർത്ത്ഡേ ആണ്. ആമേൻ. സന്ദീപിനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ 25-ാം തീയതി പ്രിയ ജിമ്മച്ചാൻ്റെ മകൾ, രണ്ടാമത്തെ മകൾ ജെറമ്യായുടെ ബർത്ത്ഡേ ആണ്. ആമേൻ. പൈതലിനെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 25-ാം തീയതി തന്നെ പ്രിയ ഷാജി ചായൻ്റെ മകൾ കരൻ്റെ ബർത്ത്ഡേ ആണ്. കരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടുകൂടെ ആരാധിക്കാൻ കൂടുമായിരുന്ന പ്രിയ സൈച്ചാൻ്റെ മിസ്സിസ് പ്രീമ സിസ്റ്ററിൻ്റെയും ബർത്ത്ഡേ 25-ാം തീയതിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദരി നാട്ടിലാണല്ലോ. ആമേൻ. അതുപോലെ 23-ാം തീയതി പ്രിയ ഷാജി മാത്യു ഷായിച്ചാൻ്റെയും മിനി സിസ്റ്ററിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് ഇവരെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ പ്രിയ സിംനി സിസ്റ്റർ ആമേൻ ശബ്ദമുയർത്തി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സിംനിയെ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടേ. ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല, അതോ എനിക്ക് മാത്രമാണോ? Praise the Lord. Hallelujah. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തംസ് കാണിച്ചേ. എനിക്ക് മാത്രമാണോ കേൾക്കുന്നില്ല? ഓക്കെ. അനിലച്ചാൻ തംസ് കാണിച്ചത് കേൾക്കുന്നുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോളൂ. എന്തായാലും കേട്ടില്ലെങ്കിലും പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Hallelujah, 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 hallelujah. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Thank you Lord, 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 thank you Lord. Amen. Hallelujah. Praise the Lord. Hallelujah. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. നല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങൾ വിവിധ രോഗികൾക്കായി പ്രാർത്ഥിച്ചു. ഹേമൻ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹേമൻ പഠനത്തിലായിരിക്കുന്ന എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വാർദ്ധക്യത്തിലായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിച്ചു. ജോലിയിൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിച്ചു. ബിസിനസ്സുകാർക്കായി പ്രാർത്ഥിച്ചു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, വിശേഷാൽ ഇന്ത്യ ചൈന ബോർഡറിലെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു.
ഹല്ലേലൂയ. ദൈവം അതിന്മേലെല്ലാം അതിശയം ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് ഈ ആഴ്ചയിൽ പുതുതായി ജന്മദിനം ദൈവം ദാനമായി നൽകുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പുതിയ കുടുംബജീവിതത്തിന്റെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും ശുശ്രൂഷകളിലും കൂടിയിരിക്കുന്ന കേൾക്കാൻ പോകുന്ന സാക്ഷ്യത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമ്മളൊരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ആമേൻ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നടന്ന അല്ലെങ്കിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത വിഷയത്തെക്കുറിച്ച് ആമേൻ പ്രിയ അനിലച്ചായൻ സാക്ഷ്യമായിട്ട് നമ്മളോട് സംസാരിക്കും. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ അനിലച്ചായനെ സാക്ഷ്യം പറയാനായിട്ട് ക്ഷണിക്കും. കഴിഞ്ഞ ആഴ്ച എനിക്ക് ലഭിച്ച അത്ഭുതകരമായ ദൈവത്തിന് തന്ന വിടുതലിനായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സെക്കൻഡ് ക്ലാസ് ഫിംഗർ മടക്കുമ്പോൾ വേദന അനുഭവപ്പെടുകയും അത് കഴിഞ്ഞ് മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിവരുവാനായിട്ട് സാധ്യമല്ലായിരുന്നു. നമ്മൾ കൈ പിടിച്ച് മാത്രമേ ഇങ്ങനെ നിവർത്തുവാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. ഞാനൊരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. അദ്ദേഹം നോക്കിയപ്പോൾ തന്നെ അത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇതിന് മറ്റ് മരുന്നുകൊണ്ട് മറ്റ് ചികിത്സകളൊന്നുമില്ല. ഇതിലൊരു സർജറി മാത്രം ഇവിടെ ചെയ്ത് അത് ഭേദപ്പെടുത്തുവാനായിട്ട് സാധിക്കുമെന്ന് പറയുകയുണ്ടായി. തുടർന്ന് ഈ കോവിഡിന്റെ പ്രശ്നം കാരണം ഞാൻ ഡോക്ടറെ കാണുവാനൊന്നും പോയില്ല. ഇത് മെയ് മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം വെച്ച് ഞങ്ങൾ പേഴ്സണലായിട്ട് ഇത് പ്രാർത്ഥിക്കുകയും ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ടും വിടുതൽ വന്ന് ഇപ്പം മടക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സാക്ഷീകരിക്കാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇനി അവസരം തന്ന പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവനും നല്ലവനുമാകയാൽ ദൈവം ചെയ്ത നന്മയ്ക്ക് കരമുയർത്തി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സൂമിലൂടെ മീറ്റിംഗ് നടത്തുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമോ, ദൈവ സാന്നിധ്യം വെളിപ്പെടുമോ, ദൈവ മഹത്വം വെളിപ്പെടുമോ, അത്ഭുതങ്ങളൊക്കെ ദൈവം ചെയ്യുമോ? ദൈവത്തിന് ഒരു പ്ലാറ്റ്ഫോമും പ്രവർത്തിക്കാൻ ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ദൈവത്തിന് അറിയാം. നമുക്ക് ഇങ്ങനെ കൂടാനായിട്ട് പറ്റുന്നുള്ളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യം എത്ര ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ദൈവം നോക്കും. ആമേൻ. ആ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. വചനം വേഗത്തിൽ ഓടിച്ചെല്ലുന്നതാണ്. ആമേൻ. അതിന് ഇന്നും ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരം കുറുതായിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആരാധനകളെ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ അതിൽ സമ്മേളിക്കാം. ആമേൻ. ഒരുമിച്ച് പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താണോ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിശ്ചയമായിട്ടും ദൈവം ചെയ്യും. ദൈവത്തിന് യാതൊന്നും ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. പ്രിയ അനിലച്ചാൻ ദൈവം കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സർജറി കൊണ്ടേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞത് ആമേൻ. ഉപവാസ പ്രാർത്ഥനയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം കേർസലിൽ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് പ്രാർത്ഥിച്ചെങ്കിലും പിന്നീട് അക്കാര്യം അങ്ങ് മറന്നുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് വിരല് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് തിരിച്ചറിയുന്നത്. ആമേൻ. സ്തോത്രം. അപ്പോഴാണ് മനസ്സിലായത് ദൈവത്തിന്റെ അത്ഭുത രോഗശാന്തി വെളിപ്പെട്ടു എന്ന് മനസ്സിലാകുവാനിടയായത്. ഹല്ലേലൂയ. ദൈവം നല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളും അറിഞ്ഞും അറിയാതെയും നിരവധി അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ചിലത് നമ്മൾ തിരിച്ചറിയുന്ന പോലുമില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലുമില്ല. പലപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, രോഗം വന്നാൽ നമ്മൾ ചിലപ്പോൾ അറിയും. ചില രോഗങ്ങൾ അറിയാറില്ല, വന്നാൽ അറിയും. എന്നാൽ പല രോഗങ്ങളും വന്നു പോവുകയോ അല്ലെങ്കിൽ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ ദൈവത്തിന്റെ അത്ഭുത കരമാണ് വെളിപ്പെടുന്നത്. ദൈവിക സംരക്ഷണമാണ് വെളിപ്പെടുന്നത്. അപകടങ്ങൾ, അനർത്ഥങ്ങൾ നമ്മുടെ കൺമുൻപിൽ കടന്നുപോയി. ചിലതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അവിടെയും സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരമാണ്, അത്ഭുതകരമാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം കാണാത്ത അത്ഭുതങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. കണ്ട അത്ഭുതങ്ങൾക്കായല്ല, നാം അനുഭവിച്ച അത്ഭുതങ്ങൾക്കായി മാത്രമല്ല, കാണാത്ത അത്ഭുതങ്ങൾക്ക് അതിനെ മാറ്റിയതിനായി, പിശാചൊരുക്കിയ തന്ത്രങ്ങളെ ദൈവം തകർത്ത് നമ്മെ സംരക്ഷിച്ചതിനായി, അങ്ങനെ കാണാത്ത ദൈവിക അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽവേളയിൽ ഈ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധന അവരൊരുമിച്ച് ആരാധിക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാട്ടിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ഒക്കെ ആമേൻ ആരാധനയിൽ പങ്കുചേരുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ.
കർത്താവ് നമ്മെ മാനിക്കട്ടെ. ഇന്ന് ആദ്യമായിട്ട് നമ്മോടുകൂടി ആരാധനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെയും വിശേഷാൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിയുമെങ്കിൽ ഈ മീറ്റിങ്ങിന്റെ ടൈമിൽ അവസാനത്തെ ഭാഗത്ത് ഞാൻ പേരുകളൊന്ന് മെൻഷൻ ചെയ്യാം. ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ തിരുവെഴുത്തുകളുടെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി സംസാരിക്കാറുള്ള, ഒരുപാട് പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമാണ് ഇന്ന് പകലിൽ തിരുവെഴുത്തുകളിലൂടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങളിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആകാംക്ഷയാണല്ലോ ആമേൻ പ്രസംഗിക്കുന്നവരുടെ പ്രചോദനം എന്ന് പറയുന്ന ഒരു ഘടകം. മിക്കവാറും നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ പലരോടും ചോദിക്കും, ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ എന്തൊക്കെ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ചിലർ പറയും, ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കുന്നു, കൂട്ടു സഹോദരങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു, സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ദൈവമക്കൾ സാധാരണഗതിയിൽ ഞാൻ കണ്ടെടുത്തോളം നമ്മുടെ ദൈവമക്കൾ പറയുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്ക്, ഒരു പദപ്രയോഗം, സാധാരണഗതിയിൽ പറയുന്ന ഒരു പദപ്രയോഗം, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു പദപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മീയ വളർച്ച, പ്രൈസ് ദി ലോർഡ്. സ്പിരിച്വൽ ഗ്രോത്ത്. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരും തന്നെ ഇല്ലെന്ന് ഞാൻ കരുതുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കൈവയ്ക്കുക നല്ലതാണ്. എല്ലാവരും ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരുമില്ല. ദൈവവചനം അറിയുകയും രക്ഷിക്കപ്പെടുകയും ആ ഒരു പരിജ്ഞാനത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനുദിനമുള്ള, എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥനയിലെ ഒരു പ്രധാന വിഷയമാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ആത്മീയമായി വളരുവാൻ വേണ്ടി എന്നോട് മിക്കവാറും നമ്മുടെ സഭയിലെ എല്ലാ ദൈവമക്കളും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ ബലപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പോരാ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം എന്ന് പ്രാർത്ഥനാ വിഷയം പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ വളർച്ച എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ആത്മീയ വളർച്ച എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചാൽ എത്ര പേർക്ക് ഈ ആത്മീയ വളർച്ച എന്നതുകൊണ്ട് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കും ബുദ്ധിമുട്ടാണ് ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയുക എന്ന് പറയുന്നത്. ആത്മീയ വളർച്ച എന്താണ് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു നിർവചനം നൽകുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം അതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് മേഖലകൾ ഈ ആത്മീയ വളർച്ച എന്ന വിഷയത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ആത്മീയ വളർച്ച എന്ന ചോദ്യത്തിന് മറുപടി നൽകാനായിട്ട് പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം, എന്താണ് ആത്മീയ വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അർത്ഥം എന്താണ്, നമുക്കൊന്ന് പരിശോധിക്കാം. ആത്മീയ വളർച്ച കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒന്ന്, നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ വളർച്ച. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലെ വളർച്ച. നമുക്ക് എല്ലാവർക്കും ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. പാസ്റ്റർ കെ.ഒ. തോമസ് നമ്മുടെ ചർച്ചിൽ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള ആ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവവുമായുള്ള ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധത്തിനായാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പേർക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ആന്തരികമായ അല്ലെങ്കിൽ ഉള്ളിലെ ആത്മീയമായിട്ടുള്ള ആന്തരികവും വ്യക്തിപരവുമായിട്ടുള്ള വൈയക്തികം വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായുള്ള വിശുദ്ധ ബന്ധം, ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധത്തിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായി നമുക്കൊരു ഇന്നർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ആന്തരിക ബന്ധമുണ്ട്. രണ്ട്, ദൈവവുമായി നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ടുണ്ട്. മൂന്ന്, ഇറ്റ് ഈസ് എ ഹോളി റിലേഷൻഷിപ്പ്. ഇതൊരു വിശുദ്ധ ബന്ധമാണ്. ദൈവവുമായുള്ളത് വിശുദ്ധ ബന്ധമാണ്. മറ്റാരുമായിട്ടും ഉള്ളത് പോലൊരു ബന്ധമല്ല ദൈവവുമായിട്ടുള്ള ബന്ധം. നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, സഹോദരങ്ങളുമായി ബന്ധമുണ്ട്, കൂട്ടു സഹോദരങ്ങളുമായി ബന്ധമുണ്ട്, മക്കളുമായി ബന്ധമുണ്ട്. ഈ ലോകത്തിലെ മറ്റു വ്യക്തികളുമായും ലോകവുമായ മറ്റു പല വിഷയങ്ങളുമായിട്ടും നമുക്ക് ബന്ധമുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ, ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ, ഉപരിയായ ഒരു വിശുദ്ധ ബന്ധമാണ് നമുക്ക് ദൈവവുമായിട്ടുള്ളത്. അങ്ങനെ
ഈ ദൈവവുമായിട്ടുള്ള ബന്ധം വളരുന്നതിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അനുദിനം വളരേണ്ടതാണ്. അത് ഓരോ ദിവസവും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ദൈവത്തെ അറിഞ്ഞ സമയത്തെ പോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വളരുന്നില്ല എന്നാണ്. ദൈവത്തെ അധികമായി അറിയുവാൻ നമുക്ക് വാഞ്ചയുണ്ടാകണം. അതിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചില ക്രമീകരണങ്ങൾ ഉണ്ടാകണം. അത് പിന്നാലെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ആത്മീയ വളർച്ച എന്ന ചോദ്യത്തിന് ആദ്യം നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം ഗ്രോയിങ് ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്, ദൈവവുമായുള്ള ബന്ധത്തിലെ വളർച്ചയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ബിക്കമിങ് ലൈക്ക് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ലൈക്നെസ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യങ്ങളിലാണ് അതിന്റെ പൂർണ്ണത എപ്പോൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, പെർഫെക്ഷൻ എപ്പോൾ ആയിത്തീരും എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ നാം മുഖാമുഖമായി കാണുമ്പോഴാണ് അപൂർണത വരുന്നത്. അതുവരെയും ഈ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. യേശുവിനെ മുഖാമുഖമായി കാണുമ്പോൾ മാത്രമാണ് ആ വളർച്ച പൂർത്തിയാകുന്നത്. അതുവരെയും നമ്മുടെ ഈ വളർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? യേശുവിനെ പോലെ ആയിത്തീരുന്ന വളർച്ച. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let the mind of Christ be in you. Let the same attitude or let the character of Christ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം, അതേ മനോഭാവം, അതേ മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഉണ്ടാകുന്ന കാര്യമല്ല. ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ നിരന്തരമായ അനുദിനമുള്ള എല്ലാ ദിവസവുമുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ദൈവവചന ധ്യാനത്തിൽ, ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനയിലൊക്കെ യേശുവിനെ പോലെ ആയി തീർന്നുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദിനം ഓരോ ദിവസം കഴിയും തോറും ക്രിസ്തുവിന് അനുരൂപമായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. റോമർ 12:2 നമുക്ക് അങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ, റിന്യൂ യുവർ മൈൻഡ്. അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. യേശുവിനെ പോലെ നമ്മുടെ ജീവിതം, സ്വഭാവം ആയിത്തീർന്നുകൊണ്ടേ ഇരിക്കുന്നതിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. രണ്ടാമതായി നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും, ക്രിസ്തുവിനെ പോലെ ആകുക. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യവും അത് തന്നെയാണ്, യേശുവിനെ പോലെ ആയിത്തീരുക. ചിലർ ചിന്തിക്കാറുണ്ട്, യേശുവിനെ പോലെ ആകുക സാധ്യമാണോ? സാധ്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുമോ എന്നാണ് മറുചോദ്യം ചോദിക്കാനുള്ളത്. അസാധ്യമായതിനു വേണ്ടി ദൈവം നമ്മെ വിളിക്കുമോ? 2, നമുക്ക് അസാധ്യമെന്ന് തോന്നിയാലും സാധ്യമാക്കുന്നവനല്ലേ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത് സാധ്യമാക്കി തരത്തില്ലേ? അതിനല്ലേ ദൈവത്തിന്റെ കൃപ നമ്മിൽ ദൈവം അധികമായി പകരുന്നത്, ഓരോ ദിവസവും പകരുന്നത്. നമ്മൾ അതിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനോട് പ്രതികരിക്കുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുന്നതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് the spirit is growing and the result is reflecting in soul and body. നമ്മുടെ ഉള്ളിലെ ആത്മാവ് വളരുകയും അതിന്റെ ഫലം നമ്മുടെ മനസ്സിലും ശരീരത്തിലും അനുദിനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയ വളർച്ച. വാട്ട് ഈസ് സ്പിരിച്വൽ ഗ്രോത്ത്? ആത്മാവ് വളരുന്നു, നമ്മുടെ ഉള്ളിലെ ആത്മാവ് വളരുന്നു. ആ വളർച്ച നമ്മുടെ സോൾ ആൻഡ് ബോഡി, മനസ്സിൽ അല്ലെങ്കിൽ ദേഹിയിലും ശരീരത്തിലും വെളിപ്പെടുന്നതിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ആത്മീയമായി വളരുന്നുണ്ടെങ്കിൽ അവന്റെ സോളിൽ അല്ലെങ്കിൽ അവന്റെ ദേഹിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതിന്റെ റിസൾട്ട് കാണുവാനായിട്ട് കഴിയും. സ്വഭാവത്തിന് മാറ്റം വരാനായിട്ട് കഴിയും, മാറ്റം വരും. ചിന്തകൾക്ക് മാറ്റം വരും, ചിന്താ ശൈലിക്ക് മാറ്റം വരും, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. ഈ ലോകത്തെ ചുറ്റുമുള്ളവരെ കണ്ടുകൊണ്ടിരുന്ന രീതി, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് കണ്ടുകൊണ്ടിരുന്ന രീതി അല്ല രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ. കാഴ്ചപ്പാടിന് മാറ്റം വരും, അത് വളർന്നുകൊണ്ടേയിരിക്കും. ലോകം ചെറുതായിക്കൊണ്ടിരിക്കും, ലോകത്തിലുള്ളത് ചെറുതായിക്കൊണ്ടിരിക്കും. നിത്യതയും ദൈവവും എന്നുള്ള കാഴ്ചപ്പാട്, ആ ദൈവവുമായുള്ള ബന്ധം എന്നുള്ള കാഴ്ചപ്പാട്, അത് വളർന്നുകൊണ്ടേയിരിക്കും. ആത്മാവ് വളരുന്നെങ്കിൽ, ഉള്ളിൽ ആത്മീയ വളർച്ച ഉണ്ടാകുന്നെങ്കിൽ അത് നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ചിന്താപഥത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ, സ്വഭാവത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. തീർച്ചയായും അത് നമ്മുടെ ശരീരത്തിലും വെളിപ്പെടും. എങ്ങനെ ശരീരത്തിൽ വെളിപ്പെടുന്നത്? ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ തിരിച്ചറിയും. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആരംഭിക്കും. അത് ആരംഭിക്കുക മാത്രമല്ല, അതിൽ വളർന്നുകൊണ്ടിരിക്കും. നമ്മുടെ അധരം കൊണ്ട് സുവിശേഷം പറയും, നമ്മുടെ കരങ്ങൾ കൊണ്ട് തട്ടി ദൈവത്തെ സ്തുതിക്കും, നമ്മുടെ ശരീരം മുഴുവൻ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കും. ശരീരം കൊണ്ട് പാപം ചെയ്യില്ല, ശരീരത്തെ പാപത്തിന്റെ അവയവമായി വിട്ടുകൊടുക്കില്ല,
പാപം ചെയ്യാനുള്ള ഉപകരണമായി നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കില്ല. അതിൽ നിന്ന് നമ്മൾ പിന്നോട്ട്, അല്ലെങ്കിൽ പാപ സ്വഭാവം അത് ശരീരത്തെ കീഴമർത്താതെ, പാപത്തിന് കീഴടങ്ങാതെ അതിനെ ജയിക്കുകയും ആ വിധത്തിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നത് ഓരോ ദിവസവും തെളിയിച്ച് അതിൽ വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതാ പറഞ്ഞത്, അകത്താത്മാവിന് വളർച്ചയുണ്ടായാൽ അത് ദേഹിയിലും ശരീരത്തിലും വെളിപ്പെടും. ഈ അനുഭവത്തെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, നാം വെറും ഒരു ശരീരമല്ല, ഒരു മാംസപിണ്ഡം മാത്രമല്ല നമ്മൾ. ഞാൻ ബൈബിൾ ക്ലാസ്സുകളിൽ ഇത് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിലും ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കുചേരാത്തവരോ അല്ലെങ്കിൽ ആദ്യമായി ഉള്ളവരോ അതുമല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒന്നുകൂടെ കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ് എന്ന ചിന്ത കൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഹേമേ, സദയം കേട്ടാലും. നോക്കുക, നമ്മളെന്ന് പറയുന്നത്, നാം എന്ന് പറയുന്നത് ഒരു ശരീരം മാത്രമല്ല, ഒരു മാംസം മാത്രമല്ല. ഹേമേ, നമുക്ക് ശരീരത്തിന് അവയവങ്ങളുള്ള ഈ പുറമേ കാണുന്നതും ആന്തരിക അവയവങ്ങൾ, മെഡിക്കൽ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്തെ അവയവങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ശരീരം മാത്രമല്ല നമ്മൾ. ശരീരം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മന്ദിരമാണെന്ന് വേദപുസ്തകം പറയുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് ഒരു കൂടാരമാണ്, പൊളിഞ്ഞു പോകാനുള്ള കൂടാരമാണ്, അഴിഞ്ഞു പോകാനുള്ള കൂടാരമാണ്. എന്നാൽ ഇത് അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത, അഴിഞ്ഞു പോകാത്ത ഒരു നിത്യഭവനം ഇതിന് മീതെ ധരിക്കുവാൻ, കെട്ടിടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു കെട്ടിടം ഇതിന് മീതെ ധരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശരീരം മാത്രമല്ല നാം എന്ന് പറയുന്നത്. ശരീരം എന്ന് പറയുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അതിന്റെ തുടർച്ചയായ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നപ്പോഴെല്ലാം മണ്ണിന്റെ എലമെന്റ്സ്, മണ്ണിലെ ഘടകങ്ങൾ ആണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ളത്. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്. നാം കഴിക്കുന്ന ആഹാരമൊക്കെ മണ്ണാണെന്ന് വേണമെങ്കിൽ ലളിതമായിട്ട് പറയാം. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മണ്ണാണ്. അതിന് അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അതിനെ രൂപപ്പെടുത്തി എടുത്തും കുക്ക് ചെയ്യാതെയും ഒക്കെ ആയിട്ട് കഴിച്ച് പോഷിപ്പിക്കുകയാണ്. മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുകയാണ് ഈ ശരീരം. മണ്ണിൽ നിന്ന് എടുത്ത ശരീരം, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്ന ശരീരം. ഇനി ഈ ശരീരം മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ, ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പ്രോവർബ് ഉണ്ട്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ബനാന ടോക്ക് ഉണ്ട്. അത് മാനം മുട്ടെ പറന്നാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴെ വരണമെന്ന്. ആകാശം മുട്ടെ പറന്നാലും സമ്മാനം മേടിക്കണമെങ്കിൽ താഴെ വരണം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര വളർന്നാലും എത്ര ഉയർന്നാലും മനുഷ്യൻ എത്ര ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ പുരോഗമിച്ചാലും അപ്പോഴും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, അവൻ മണ്ണാണ്. മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നതാണ് ഈ ശരീരം. ഇനി ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപിരിയുമ്പോൾ, ജീവൻ വിട്ടുപിരിയുമ്പോൾ ഇത് മണ്ണിലേക്ക് മടങ്ങിച്ചേരേണ്ടതാണ്. ഇത് മണ്ണിലേക്ക് മടങ്ങിച്ചേരുകയും ചെയ്യും. ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് നീ മടങ്ങിച്ചേരുമെന്ന് ആദാമിനോട് ദൈവം പറയുകയാണ്. സാധാരണഗതിയിൽ ശവസംസ്കാര ശുശ്രൂഷ വേളകളിലാണ് ആ വാക്ക് നമ്മൾ പതിവായി കേട്ടിട്ടുള്ളതും കേൾക്കാറുള്ളതും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞാൻ സംതിങ് ആണെന്നൊക്കെ തോന്നിയാൽ, എൻ്റെ കഴിവ്, എൻ്റെ അറിവ്, എൻ്റെ നെബൂഖദ്നേസറിന് തോന്നിയതുപോലെ ഇതൊക്കെ എൻ്റെ ധനമഹാത്മ്യം, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എന്നൊക്കെ എപ്പോഴെങ്കിലും ആരോടും പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരു ചിന്ത വരുന്നെങ്കിൽ അപ്പോഴൊന്ന് മനസ്സിലാക്കുന്നത് ആ വാക്യം ഒന്ന് ഒരുവിധം നല്ലതാണ്. മനുഷ്യ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും എന്ന് ഒന്ന് ഉരുവിടുന്നത് നല്ലതാണ്. അത് സ്വയം ഒന്ന് പറയുന്നത് നല്ലതാണ്. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നെടുത്തതാണ്, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുന്നതാണ്. ദേഹിയും ആത്മാവും വിട്ടുപിരിയുമ്പോൾ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നതുമാണ് ശരീരം. അവിടെ കൊണ്ട് ശരീരത്തെ കുറിച്ചുള്ള വിശകലനം ഞാൻ നിർത്തി അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. രണ്ടാമതായി നമ്മിലെ ഘടകം എന്ന് പറയുന്നത്, മനുഷ്യനിലെ ഘടകം എന്ന് പറയുന്നത് സോളാണ്, ദേഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നാം പറയുന്ന ഈ ഓർഡറിലല്ല, തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവും ദേഹിയും ദേഹവും സമ്പൂർണമായി ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത്. തിരിച്ച ഓർഡറിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫിസിക്കൽ ഐസ് കൊണ്ട് കാണുന്ന ശരീരത്തിൽ നിന്ന് കാണാത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ വാസ്തവത്തിൽ ആദ്യം കാണേണ്ടത് ഇൻവിസിബിൾ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണേണ്ടത് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരണം എന്ന് ആത്മീയ വളർച്ചയുടെ ലക്ഷണമായി പറഞ്ഞത്. ഹെമനപ്പോൾ രണ്ടാമതായി നമ്മളിലൊരു ദേഹിയുണ്ട്. ദേഹി എന്ന് പറയുന്നത് മനുഷ്യനിൽ ദൈവം ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ആരാണെന്ന്, മനുഷ്യനെ കുറിച്ച് ബോധം വരുത്തുന്ന, ഞാൻ ആരാണെന്ന് എന്നെ കുറിച്ച് ബോധം വരുത്തുന്ന എന്നിലെ ഘടകത്തെയാണ് ദേഹി എന്ന് പറയുന്നത്. ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു,
ആരെങ്കിലും സ്ഥലകാല ബോധം ഇല്ലാതിരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ നമ്മളായിരിക്കുന്ന ഈ സ്ഥിതി, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആരാണ്, ഞാൻ എന്ത് പറയുന്നു, ഇങ്ങനെ എന്നെ കുറിച്ച് തന്നെ ബോധം വരുത്തുന്ന എന്നിലെ ഘടകമാണ് ദേഹി എന്ന് പറയുന്നത്. ദേഹി ഞാൻ ആരാണെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്നിലെ ദേഹി എന്ന ഘടകം. ശരീരം മണ്ണിനെ കുറിച്ച് ബോധം വരുത്തുമ്പോൾ ദേഹി എന്നെ കുറിച്ച്, ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എന്നെ കുറിച്ച് ബോധം വരുത്തുന്നു. ഈ ദേഹി എന്ന് പറയുന്നത് കാണാനായിട്ട് നമുക്ക് കഴിയത്തില്ല, സൈക്കാട്രിസ്റ്റുകൾക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അവര് ഒരു ഊഹാപോഹമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു അനലൈസ്, ഒരു അപഗ്രഥനമാണ് നടത്തുന്നത്. അതിലപ്പുറത്തേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. ഈ ദേഹിയിൽ മനസ്സുണ്ട്, ഇച്ഛാശക്തിയുണ്ട്, വിൽ, നമ്മൾ പറയുന്ന തീരുമാനമെടുക്കാനുള്ള ശേഷി ഈ ദേഹിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ദേഹിയിലാണ് അടങ്ങിയിരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നത് ദേഹിയാണ്. അതുകൊണ്ട് തന്നെ ദേഹി എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. മനസ്സെന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ്, ഒരു യുദ്ധക്കളമാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കണമോ, ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടായോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കണമോ വേണ്ടായോ, രക്ഷയിൽ നിലനിൽക്കണമോ വേണ്ടായോ, നമ്മുടെ ഇച്ഛാശക്തി എല്ലാം അടങ്ങിയിരിക്കുന്നത് ദേഹിയിലാണ്. അതുകൊണ്ട് ദേഹി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് അവിടെയാണ്. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവി പോലും നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദേഹി വഷളായി പോയ ആ ദേഹിയാണ് ക്രിസ്തയേശുവിലൂടെ രൂപാന്തരം വരുത്താൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ ദേഹി വഷളായിപ്പോയി, അവനിൽ ജഡ സ്വഭാവം ഉരുവായി, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ആദാമ്യ സ്വഭാവം എന്ന് നമ്മൾ അതിന് പേര് കൊടുക്കാറുണ്ട്. ആ ആദാമ്യ സ്വഭാവത്തിന് മരിച്ച്, പഴയ മനുഷ്യനെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ പുതുക്കത്തിൽ ജീവിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ പിന്നാലെ കടക്കുന്നുണ്ട്, എങ്കിലും വിഷയാനുബന്ധമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ദേഹിയിലാണ് യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കും. യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. നീ പിശാചിനോട് യുദ്ധം ചെയ്യുന്നു, നിന്റെ ജഡത്തിന്റെ സ്വഭാവത്തോട് നീ യുദ്ധം ചെയ്യുന്നു, ജഡ താല്പര്യങ്ങളോട് നീ യുദ്ധം ചെയ്യുന്നു. ഇതിൽ നീ പരാജയപ്പെട്ടാൽ ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ആത്മാവിനാൽ നീ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവനുണ്ടെന്നാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ ഈ ഘടകത്തിന് രൂപാന്തരം ആരംഭിച്ചിട്ടേ ഉള്ളൂ. മരണം വരെ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചിലരോട് ചോദിക്കാറില്ല, നീ രക്ഷിക്കപ്പെട്ടയാളല്ലേ എന്നിട്ട് നീ ഇത് പറയുന്നല്ലോ, നീ രക്ഷിക്കപ്പെട്ടയാളല്ലേ എന്നിട്ട് നീ ഇത് ചെയ്തല്ലോ എന്ന് പറയാറുണ്ട്. കുറ്റമല്ല, രൂപാന്തരം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാനല്ല പറഞ്ഞത്, അതിനെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നതിനെ തിരിച്ചറിയണം. എന്നിട്ട് രൂപാന്തരപ്പെടണം, പാപങ്ങൾ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം, പാപം വാഴാൻ അനുവദിക്കരുത്, വിട്ടുകൊടുക്കരുത്, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എങ്കിൽ മാത്രമേ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ആത്മാവിന്റെ ജീവനിൽ വളരുവാനായിട്ട് കഴിയത്തുള്ളൂ. ആത്മീയ വളർച്ചയ്ക്ക് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. നമ്മുടെ ദേഹിയെ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനായി വിട്ടുകൊടുക്കണം, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തേതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവാണ് നമ്മെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്, മറ്റെല്ലാ ജന്തുവർഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. എന്തിന്? ചെടിക്ക് പോലും ജീവനുണ്ട്. ചെടിക്ക് ജീവനുണ്ടെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ബയോളജി ടീച്ചറിനോട് പിന്നീട് നിങ്ങൾ അത് ചോദിച്ചാൽ പറഞ്ഞു തരും. ഹേമേൻ അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് ഇപ്പൊ നമുക്ക് ചോദിച്ച് വിഷമിപ്പിക്കേണ്ട, നമുക്ക് തിരിച്ചു വരാം. ഹേമേൻ, അപ്പോൾ മറ്റെല്ലാ ഈ ഭൂമിയിൽ കാണുന്ന ജീവനുള്ള സകലത്തിൽ നിന്നും നമ്മെ മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ ആത്മാവാണ്. നമ്മിലെ ആത്മാവാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഈ ദൈവത്തിന്റെ ജീവനാണ് നമ്മിൽ വസിക്കുന്നത്. ഒരിക്കൽ നമ്മിൽ ജീവൻ ഉരുവായാൽ പിന്നെ ആ ജീവൻ ഒരിക്കലും മരിക്കുന്നില്ല, എറ്റേണൽ ആയിട്ട് അത് ഇല്ലാതാകുന്നില്ല, അനിഹിലേഷൻ നടക്കുന്നില്ല. മരിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് ഇല്ലാതെയാകുന്നില്ല, അനിഹിലേഷൻ നടക്കുന്നില്ല, ഇല്ല, ശൂന്യമായി തീരുന്നില്ല. അതിന് നിത്യമായ നിലനിൽപ്പുണ്ട്. എന്നാൽ ഈ നിത്യമായ നിലനിൽപ്പ് ഈ ശരീരം വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ
എവിടെയായിരിക്കണം എന്ന്, ആത്മാവ് എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ശരീരത്തിലായിരിക്കുന്ന സമയത്തിലാണ്. നമുക്ക് ആ രക്ഷാ നിർണയം ഏറ്റെടുക്കാൻ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് കരമുയർത്തിയൊന്ന് കർത്താവിന് മഹത്വവും ആരാധനയും അർപ്പിക്കാം. ഹല്ലേലൂയ. ഈ അല്പമായ ആയുസിന്റെ ഉള്ളിൽ എളിയവരായ നമുക്ക്, നമ്മുടെക്കാൾ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള പലർക്കും മനസ്സിലാക്കാത്ത, വെളിപ്പെടാത്ത ഈ ആത്മാവിന്റെ രക്ഷ എന്ന യാഥാർത്ഥ്യം, സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട്, നമ്മെ രക്ഷിച്ചതുകൊണ്ട് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഈ സഭായുഗത്തിലും ആ കർത്താവിന് മഹിമ അർപ്പിക്കാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല, അല്ലെങ്കിൽ വിനാശമില്ല, നാശമില്ല. ഈ ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, യേശുവിൽ നാം ആയി കഴിയുമ്പോൾ നമ്മിൽ ഒരു വീണ്ടും ജനനം നടക്കുകയാണ്, പുതുജനനം നടക്കുകയാണ്. അതാണ് നിക്കോദേമോസിനോട് യേശു പറഞ്ഞത്, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് നിക്കോദേമോസിനോട് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇക്കാരണത്താലാണ്. അപ്പോൾ ഈ ആത്മാവ്, ഞാൻ ഉറപ്പിച്ചതുപോലെ നമ്മുടെ ആത്മാവിൽ സംഭവിക്കുന്ന രൂപാന്തരം, ആത്മാവിൽ സംഭവിക്കുന്ന വളർച്ച, അത് ശരീരത്തിലും ദേഹിയിലും വെളിപ്പെടുന്നതിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ആത്മാവിന് എന്ത് വളർച്ചയാണ് ഉണ്ടാകുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ജനിച്ച അനുഭവത്തിൽ നിന്ന് ഈ ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർന്നുകൊണ്ടിരിക്കണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, നോളജ് അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഈ ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നാലെ കടക്കാം. അപ്പോൾ ഈ 3 ഘടകങ്ങൾ അടങ്ങിയ നമ്മിലെ ഉള്ളിലെ ഘടകമായ ആത്മാവിന് സംഭവിക്കുന്ന വളർച്ചയുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും, സ്വഭാവം വെളിപ്പെടുന്ന പ്രവൃത്തികളാണ്. സ്വഭാവം ദേഹിയുടെ പ്രതിനിധിയായി നിൽക്കുന്നു, പ്രവൃത്തി ശരീരത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്നു. ആത്മാവിന് സംഭവിക്കുന്ന വളർച്ച ദേഹിയിലും ശരീരത്തിലും രൂപാന്തരവും മാറ്റങ്ങളും വരുത്തി വളർന്നുകൊണ്ടേയിരിക്കുന്ന അനുഭവത്തിനെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആത്മീയ വളർച്ച എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊരു സമഗ്രമായ ഡെഫിനിഷൻ അല്ല, നമ്മുടെ അറിവിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്താണ് ആത്മീയ വളർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തുകൊണ്ട് നമ്മൾ ആത്മീയമായി വളരണം? വൈ ഷുഡ് വി ഗ്രോ? എന്തുകൊണ്ട് നമ്മൾ ആത്മീയമായി വളരണം? അതിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഇതൊരു കൽപ്പനയാണ്. ഇറ്റ്സ് എ കമാൻഡ്. ഇതൊരു കൽപ്പനയാണ്. നാം ആത്മീയമായി വളരണമെന്ന് പറയുന്നത് ഒരു പ്രബോധനമല്ല, ഒരു എന്താ പറയുക, വളർന്നാൽ നല്ലതാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായമല്ല. ഇറ്റ്സ് നോട്ട് an ഒപ്പീനിയൻ, ഒരു അഭിപ്രായമല്ല. നോട്ട് an എക്സോർട്ടേഷൻ, ഒരു പ്രബോധനമല്ല. Moreover, it is a command. ഇതൊരു കൽപ്പനയാണ്. നാം ആത്മീയമായി വളരണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നമ്മൾ വായിക്കുന്നത് 2 പത്രോസ് 3-ന്റെ 18 2 പത്രോസ് 3-ാം അധ്യായം 18 വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 2 പത്രോസ് 3-18 ലേഖനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, ഒടുവിലത്തെ വാക്യമാണ്. അത് എഴുതിയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ, അവനിപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അത് പറഞ്ഞ് അദ്ദേഹം ലേഖനം ഉപസംഹരിച്ചു പോയാണ്. അപ്പോൾ ഇവിടെ വളരുവാനുള്ള ആഹ്വാനം നൽകുകയാണ്. ഈ വളർച്ചയുടെ ആവശ്യകത എന്താണെന്നൊക്കെ പിന്നാലെ നമുക്ക് ചിന്തിക്കാം. ഈ വളർച്ച നമുക്ക് അനിവാര്യമാണ്. കാരണം ഒന്ന്, ഇതൊരു കൽപ്പനയാണ്. ഈ കൽപ്പന നമുക്ക് ഒഴിവാക്കാനായി കഴിയുകയില്ല, അല്ലെങ്കിൽ കൽപ്പനയാകയാൽ നമുക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് കഴിയുകയില്ല. പുതിയ നിയമത്തിൽ കൽപ്പനകൾ ഉണ്ടോ എന്നൊരു വലിയ ചോദ്യം ഉയർത്തുന്ന അനേകരുണ്ട്. നിശ്ചയമായിട്ടും കൽപ്പനകളുണ്ട്. പുതിയ നിയമത്തിലെ കൽപ്പനയുടെ അതെല്ലാം കൃപയിൽ അധിഷ്ഠിതമാണ്. ദൈവം കൃപയാൽ നമ്മെ സ്നേഹിച്ചു നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. സ്നേഹമാണ് കൃപ എന്ന് പറയുന്നത് പോലെ, സ്നേഹമാണ് അതിന്റെ ആധാരം. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ന്യായപ്രമാണം മുഴുവൻ ഈ 2 കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് യേശു പറയുന്നുണ്ട്. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി, കൃപയിൽ അധിഷ്ഠിതമായി അനുസരിക്കാൻ നൽകിയിരിക്കുന്ന കൽപ്പനകൾ പുതിയ നിയമത്തിലുണ്ട്. നിരവധി കൽപ്പനകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. സ്നാനം ഒരു കൽപ്പനയാണ്. മാറ്റുവാൻ കഴിയാത്ത, ഒരു മനുഷ്യനും മാറ്റം വരുത്താൻ അനുവാദമില്ലാത്ത ദൈവത്തിന്റെ കൽപ്പനയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി കൽപ്പനകൾ, കർത്തൃമേശ, തിരുമേശ കർത്താവ് നൽകിയ ഒരു കൽപ്പനയാണ്.
അതിന് മാറ്റം വരുത്താനായിട്ട് ആർക്കും അനുവാദമില്ല. അപ്പോൾ കർത്താവ് നൽകിയ കൽപ്പനകൾ നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. ഈ കൽപ്പനകൾ നമ്മുടെ രക്ഷയ്ക്കും നിർണായകമായ കാര്യമാണ്. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നെങ്കിൽ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ രക്ഷയോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൽപ്പനയാണ് സ്നാനം. അപ്പോൾ കൽപ്പനകൾ നമ്മുടെ രക്ഷയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലെ കൽപ്പനകളെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പാടുള്ളതല്ല, അതിനെ നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത അവസരത്തിൽ, സ്നാനപ്പെട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പറയുക, ഏറ്റവും അടുത്ത അവസരത്തിൽ സ്നാനമേൽക്കണം. ഇപ്പോൾ അനുസരിക്കാൻ കഴിയുന്ന കൽപ്പന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതനുസരിക്കണം, നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. ഒരു സാഹിത്യകാരന്റെ പ്രസംഗകൻ, ഒരു ഒറേറ്റർ പറഞ്ഞതുപോലെ, ആരാ ഒരു ഉത്സാഹിയായ മനുഷ്യൻ ആരാ എന്ന ചോദ്യത്തിന്റെ ഉത്തരം, നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുന്ന മനുഷ്യനാണ് ഉത്സാഹിയായുള്ള മനുഷ്യൻ. അപ്പൊ ഇന്ന് ചെയ്യാനുള്ളതോ ഇപ്പോൾ ചെയ്യുന്ന മനുഷ്യനാണ് ഉത്സാഹിയായ മനുഷ്യൻ. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യുക. അതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ലഭ്യമായ ഏറ്റവും അടുത്ത അവസരത്തിൽ ഇപ്പോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ, കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായി അങ്ങനെ ഉടമ്പടി ചെയ്തിരിക്കുന്നവരാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ അങ്ങനെ ഉടമ്പടി ചെയ്തു. നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും യേശുവേ കർത്താവേ, അങ്ങാണ് എന്റെ കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ തല, എന്നെ ഭരിക്കുന്നവൻ, എന്നെ വാഴുന്നവൻ, എന്റെ മേലുള്ള പൂർണ്ണ അധികാരം അങ്ങേക്കാണ്. അങ്ങയെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല, അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കാം എന്ന് യേശുവുമായി കർത്താവ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു നമ്മൾ ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അനുസരിക്കാൻ നമ്മൾ യേശുവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാറാൻ നിർവാഹമില്ല. ഹല്ലേലൂയ. സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇതൊരു കൽപ്പനയാണ്. ഇവിടെ ഇതൊരു കൽപ്പനയാണെന്ന് പറയുമ്പോൾ എന്തൊക്കെ വളർച്ചയാണ് നമ്മൾ ഉണ്ടാകണമെന്നും പത്രോസ് അപ്പോസ്തലൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, കൃപയിൽ വളരണം. എന്താ കൃപ എന്ന് പറയുന്നത്? കൃപ എന്ന വാക്കിന്റെ ഉത്തരം എല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യും. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രവലേഖനം 11:1 പറയുന്നത് പോലെ തന്നെ കൃപ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഒത്തിരി കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കാണ്. പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന C.H. സ്പർജൻ കൃപയ്ക്ക് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ, ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ദൈവത്തിന്റെ ധനം ക്രിസ്തുവിന്റെ ചെലവിൽ. അതാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ധനമൊന്നും നമുക്ക് പ്രാപിപ്പാൻ യോഗ്യതയില്ല, എന്നാൽ ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്കത് സൗജന്യമായി തന്നു. അതാണ് കൃപ. ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ദൈവത്തിന്റെ ധനം ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് ലഭിച്ചു. ഇനി കൃപയെ കുറിച്ച് നമ്മൾ അൺമെരിറ്റഡ് ഗിഫ്റ്റ്, നമുക്ക് യോഗ്യത ഇല്ലാത്തടത്ത് കിട്ടിയ ദാനമാണ് കൃപ എന്ന് പറയും. നമുക്ക് യാതൊരു അർഹതയും ഇല്ലായിരുന്നു, യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു, എന്നാൽ ദൈവം ദാനമായി നൽകി. അതിനാണ് കൃപ എന്ന് പറയുന്നത്. സ്വർഗീയ അനുഗ്രഹങ്ങളെല്ലാം കൃപയാലാണ്. പുത്രനെ നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്. രക്ഷ ദൈവത്തിന്റെ കൃപയാണ്. സകല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപയാണ്. നാം ജീവനോടിരിക്കുന്ന പോലും ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം ആ കൃപയ്ക്കായി നമ്മുടെ കരം ഉയർത്തിയ ദൈവത്തിന്റെ സ്തോത്രവും മഹത്വവും അർപ്പിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. മലയാളത്തിലെ ക്രൈസ്തവ മഹാകവിയായ KV സൈമൺ സാറ് യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ നരാവതാരത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യ അവതാരത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവകൃപയെ കുറിച്ച് മനോഹരമായി പാടിയിട്ടുണ്ട്. അദ്ദേഹം പാടിയിരിക്കുന്ന ദൈവകൃപയുടെ ധനമാഹാത്മ്യത്തിലെ മുഴുവൻ വരികളും ക്രിസ്തുവിന്റെ ജനന, ജീവിത, മരണ, അടക്ക, പുനരുദ്ധാനത്തെ കുറിച്ച് ആണ് അദ്ദേഹം ആ പാട്ടിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത്. ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ എന്ന് പറഞ്ഞ് പാടുന്ന മനോഹരമായ ഗാനം. അപ്പോൾ ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രദർശനം, the greatest manifestation of the grace of God is we see on the cross. നാം അത് കാണുന്നത് ക്രൂശിലാണ്. ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രദർശനം, ഹല്ലേലൂയ, ദൈവകൃപയുടെ ഏറ്റവും വലിയ പ്രദർശനശാല അതാണ് ക്രൂശ്. കാൽവരിയിലെ ക്രൂശ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് we see on cross. ക്രിസ്തുവിന്റെ ക്രൂശിലാണ് നമ്മൾ ദൈവകൃപയുടെ പ്രദർശനം ഏറ്റവും വലുതായി കാണുന്നത്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കുക, നിങ്ങൾ കൃപയിൽ വളരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ യേശുവിനെ അറിഞ്ഞത് ദൈവത്തിന്റെ കൃപയാണ്, യേശുവിനെ ദാനമായി നൽകിയത് ദൈവത്തിന്റെ കൃപയാണ്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ പ്രാപിച്ച വിശ്വാസം അതുപോലും ദൈവത്തിന്റെ കൃപയാണ്. എഫേസ്യർ 2:8 അതിന് നിങ്ങൾ കാരണമല്ല, വിശ്വാസം അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഈവൻ യുവർ ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ദാനമാണ്.
ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. വിശ്വാസം, നാം യേശുവിനെ വിശ്വസിച്ചതുപോലും ദൈവത്തിന്റെ കൃപയാണ്. ദൈവദാനമായി നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം മുളപ്പിച്ചത്, ഉരുവാക്കിയത് കൊണ്ടാണ് യേശുവിനെ നമുക്ക് കാണുവാൻ, അറിയുവാൻ ഭാഗ്യമുണ്ടായത്. അപ്പോൾ ഈ കൃപ, യേശുവിനെ കണ്ടുമുട്ടിയ കൃപ, യേശുവിനെ ദൈവം നമുക്ക് ദാനമായി തന്ന കൃപ, യേശുവിനെ കർത്താവായി സ്വീകരിച്ച കൃപ, അവിടെ നിൽക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. മുന്നോട്ട് പോകണം, കൃപയിൽ വളരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാനാകുന്നത് കൃപയാലാകുന്നു. ഏത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്? ഞാൻ ഒരുപാട് അധ്വാനിച്ചു, മറ്റെല്ലാവരെക്കാളും ഞാൻ ശുശ്രൂഷ ചെയ്തു, ഞാൻ യാത്ര ചെയ്തു, ഏറ്റവും അധികം അടികൊണ്ടു, ഏറ്റവും അധികം ഉപദ്രവം അനുഭവിച്ചു, ഏറ്റവും അധികം നിന്ദിക്കപ്പെട്ടു, മരണത്തെ മുഖാമുഖം കണ്ടു, മരിച്ചു എന്ന് പോലും പറയുന്ന സാഹചര്യം തന്റെ ജീവിതത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക, ഇതൊന്നും ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. അപ്പൊ ഒരു ലോകമനുഷ്യന്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ അനാത്മീയൻ, ആ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ പൗലോസാ പ്രസംഗിക്കുന്നത്. പൗലോസാണ് രോഗികളെ തുറന്നു സൗഖ്യമാകുന്നു. പൗലോസാണ് സംവാദത്തിൽ നിരവധി അദ്ദേഹം സംവാദം നടത്തിയിട്ടുണ്ട്. അതിലേർപ്പെടുന്ന പൗലോസാണ്, ഈ യാത്ര ചെയ്യുന്ന പൗലോസാണ്, ബന്ധിക്കപ്പെടുന്ന പൗലോസാണ്. ലോകമനുഷ്യന്റെ കാഴ്ചപ്പാടിൽ പൗലോസാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുക, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ്. അതാണ് കൃപയെ കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിലേക്ക് നാമും വളരുവാനിടയായി തീരണം. നാം ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമാണ്, ദൈവം നമ്മിലൂടെ ചെയ്യുകയാണ്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം എല്ലായ്പ്പോഴും. കർത്താവ് തന്നെ പഠിപ്പിച്ചതുപോലെ, ഞങ്ങളോ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവകൃപയിൽ നിങ്ങൾ വളരണം. അതാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൃപയിൽ നാം അറിഞ്ഞ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നാ പോരാ, അധികം ദൈവകൃപയിൽ നമ്മൾ വളരണം. ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള കൃപയിൽ, പ്രാർത്ഥിക്കുന്നതിനുള്ള കൃപയിൽ, വ്യക്തിപരമായി നമുക്ക് വളർച്ചയുണ്ടാകണം. സുവിശേഷം പറയാനുള്ള കൃപയിൽ നമുക്ക് വളർച്ചയുണ്ടാകണം. സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരുന്ന ആ കൃപയിൽ നമുക്കൊരു വളർച്ചയുണ്ടാകണം. കൃപയിൽ വളരാനായിട്ട് പറഞ്ഞിരിക്കുക. 2, ഇവിടെ പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. എന്താ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്? വിവേകം, വിവേക ബുദ്ധി, ക്രിസ്തുവിന്റെ സമയാസമയങ്ങളിൽ നന്മ തിന്മകളെ തിരിച്ചറിയാൻ ഉള്ള വിവേകം, ഇതിനൊക്കെയാ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു യേശുവിനെ അധികമായി അറിയുന്നവരാകണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ, അവന്റെ കഷ്ടാനുഭവങ്ങളെ അധികം അറിയണം, യേശുവിനെ അധികം അറിയണം. ഈ വാഞ്ച പൗലോസ് അപ്പോസ്തലനിൽ ഉണ്ടായിരുന്നു. നമുക്കും ഈ വാഞ്ച ഉണ്ടാകണം, ഇതിൽ വളരണം. ഇന്നലെ വരെ അറിഞ്ഞതുപോലെ പോരാ, അധികമായി അറിയണം. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യേശുവിനെ ഞാൻ സമഗ്രമായി മനസ്സിലാക്കി എന്ന്, പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അബദ്ധം പറ്റി. ഇല്ല, നമ്മൾ അറിഞ്ഞത് ഒരു അംശം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ശക്തിയുടെ, യേശുക്രിസ്തുവിലെ ധനമഹാത്മ്യത്തിന്റെ, അനുഗ്രഹത്തിന്റെ ഒരംശം പോലും നമ്മൾ അറിഞ്ഞിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നാം വളരണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ, ഇറ്റ് ഇസ് എ കമാൻഡ്. വേണമെങ്കിൽ തെരഞ്ഞെടുക്കാമെന്നല്ല, ഇറ്റ് ഇസ് മാൻഡേറ്ററി. അത് ഒഴിവാക്കാൻ കഴിയാത്ത നിർബന്ധമായ ഒരു കൽപ്പനയാണ് നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എങ്ങനെയാ നമുക്ക് വളരാനായിട്ട് കഴിയുന്നത്? ഹൗ ക്യാൻ വി ഗ്രോ? നമുക്ക് എങ്ങനെ വളരാനായിട്ട് കഴിയും? നമുക്ക് ഈ ആത്മീയ വളർച്ച എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാര്യമാണല്ലോ. എങ്ങനെ വളരാനായിട്ട് കഴിയും? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ആഗ്രഹത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നത്. നമുക്ക് നോക്കാം, 1 പത്രോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 പത്രോസ് 2-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. പ്യുവർ മിൽക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നവർക്കാണ് വളരുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചിലർ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴും പാൽ കുടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പുരുഷത്വം പ്രാപിച്ചെങ്കിൽ കട്ടിയായ ആഹാരം കഴിക്കണ്ടേ എന്ന് ചോദിക്കാറുണ്ട്.
ഹേമേൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഹേമേൻ വചനത്തിന്റെ പരിശുദ്ധി എന്ന ആശയത്തിലാണ്. വചനം എന്ന മായമില്ലാത്ത പാൽ, വചനത്തിന്റെ പരിശുദ്ധി, വചനത്തിലെ കലർപ്പില്ലാത്ത വചനം, ദൈവത്തിന്റെ വചനത്തെ അത് ഉദ്ദേശിക്കുന്ന ആശയത്തിൽ ദൈവാത്മാവ് എന്ത് ഉദ്ദേശത്തിലാണോ നൽകിയിരിക്കുന്നത് അതേ ഉദ്ദേശത്തിൽ, അതേ ആശയത്തിൽ ഗ്രഹിക്കുക, വളരുക എന്നാണ് ഹേമൻ അതിനെ ഭക്ഷിക്കുക, വചനത്തെ കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വചനം കഴിക്കാനായിട്ട് കഴിയുമോ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, വചനം കേൾക്കാനുള്ള വാഞ്ച തന്നെ ഞാൻ അയക്കുന്ന കാലം വരുന്നു, വിശപ്പ് തന്നെ ഞാൻ അയക്കുന്ന കാലം വരുന്നു എന്ന് ഹേമൻ തിരുവെഴുത്തിൽ ആമോസിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വചനം നമുക്ക് ജീവൻ, നമ്മളിലെ ജീവൻ വളർത്തുന്നതാണ്. ഹല്ലേലൂയ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നവർ വളരുവാനിടയായി തീരും. നിരന്തരം ദൈവവചനം വായിക്കണം, നിരന്തരം ദൈവവചനം ധ്യാനിക്കണം, നിരന്തരം ദൈവവചനം പഠിക്കണം. ഇത് മൂന്ന് കാര്യമാണ്. വായന ഒന്നാണ്, ധ്യാനം മറ്റൊന്നാണ്, ഹേമേൻ പഠനം മറ്റൊന്നാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം ധ്യാനിക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം. ഹേമേൻ ഓർഡർ അങ്ങോട്ടും മാറിപ്പോകുന്നതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. വചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. എന്താ വായന എന്ന് പറയുന്നത്? എല്ലാ ദിവസവും റെഗുലറായി ഞാൻ വേദപുസ്തകം വായിക്കാറുണ്ട്. കർത്താവിന്റെ ഹേമൻ കരുണയാൽ അപൂർവം ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ നിമിത്തം വിട്ടുപോകുന്ന ഒഴിച്ചാൽ അതുകൂടെ ഞാനൊരു ക്രമം വെച്ചിട്ടുണ്ട്. മെയിൻറ്റെയിൻസ് ചെയ്ത് അടുത്ത ദിവസം വായിക്കും, അങ്ങനെ കുറവ് വന്നാൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം വായിക്കും. ഹേമൻ ആ ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. ഹേമൻ അപ്പോൾ എല്ലാ ദിവസവും വേദപുസ്തകം ഒരു ക്രമത്തിൽ വായിക്കണം. ഹല്ലേലൂയ. 2, ബൈബിൾ ധ്യാനിക്കണം, ദൈവവചനം ധ്യാനിക്കണം. എന്താ ധ്യാനം എന്ന് പറയുന്നത്? ധ്യാനം എന്ന് പറയുന്നത് ഹേമൻ, വായന എന്ന് പറയുന്നത് നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയിൽ ദൈവവചനം എന്നുള്ള കാഴ്ചപ്പാടിൽ ഹേമൻ വായിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും അറിയാനായിട്ട് കഴിയും, സംശയമൊന്നുമില്ല. പലതും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും, യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനും അപ്പുറത്തേതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവോട്ട് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ ഏകാഗ്രതയോടെ അതിനെ അയവിറക്കുന്ന അനുഭവമാണ്. ഹേമേൻ ച്യൂ ചെയ്യുന്ന അനുഭവമാണ്. വീണ്ടും വീണ്ടും അതിലൂടെ ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്, ദൈവത്തിന് എന്നോട് എന്താ പറയാനുള്ളത്, ദൈവത്തെ കേൾക്കാൻ വേണ്ടി റീമ എന്ന എഴുതപ്പെട്ട വചനത്തെ, ലോഗോസ് എന്ന എഴുതപ്പെട്ട വചനത്തെ റീമ എന്ന ശ്രവിക്കുന്ന വചനമായി, കേൾക്കുന്ന വചനമായി, ഇപ്പോൾ നമ്മൾ പരിവർത്തിക്കുന്ന വചനമായി ഏറ്റെടുക്കുന്ന അനുഭവത്തിനാണ് മെഡിറ്റേറ്റ്, ഡിവോട്ട് എന്നൊക്കെ പറയുന്നത്. ധ്യാനിക്കുക, ദൈവവചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനായി വാഞ്ച നമുക്കുണ്ടാകണം, ആഗ്രഹം, ആഴമായ അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകണം. 3, വചന പഠനം. വചന പഠനം പല നിലകളിലുണ്ട്. ദൈവവചന പഠനം ഹേമൻ പുസ്തക അടിസ്ഥാനത്തിലുള്ള പഠനമുണ്ട്, വിഷയാടിസ്ഥാനത്തിലുള്ള പഠനമുണ്ട്. ഹേമൻ അങ്ങനെ പല നിലകളിൽ തിരിച്ച് ബൈബിൾ കോളേജുകളിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈബിൾ കോഴ്സസുകളിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇതാണ്, വചന പഠനമാണ്. ഹേമൻ നമുക്ക് ദൈവവചനം പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാണ് ദൈവവചനം പഠിക്കേണ്ടത്? ഹേമൻ ദൈവവചനം പഠിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് അധികമായി അറിയുവാൻ വേണ്ടിയാണ് ദൈവവചനം പഠിക്കേണ്ടത്. ദുരുപദേശങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പഠിക്കേണ്ടത്. നമ്മൾ കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവവചനം പഠിക്കേണ്ടത്. നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ ഗ്രഹിക്കാനും അതിനെ അനുസരിക്കാനും വേണ്ടിയാണ് ദൈവവചനം പഠിക്കേണ്ടത്. ഹല്ലേലൂയ. ഹേമൻ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ വചന പഠനം ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 ഹേമൻ 3 ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഒന്ന് ശ്രേഷ്ഠം, മറ്റത് മോശം എന്ന് പറയാൻ പറ്റത്തില്ല. 3 ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഹല്ലേലൂയ. വായന പ്രാധാന്യമുള്ളതാണ്, മെഡിറ്റേഷൻ പ്രാധാന്യമുള്ളതാണ്, സ്റ്റഡി പ്രാധാന്യമുള്ളതാണ്, പഠനം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തെ ആ രീതിയിൽ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് കഴിയുമാറാകട്ടെ. ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഹേമേൻ അടുത്തതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു ദീർഘമായ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്, ഒരു സങ്കീർണമായ വാക്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സങ്കീർണമായ ഒരു വാക്യം. ഞാൻ വേഗത്തിൽ അത് വായിക്കാം. എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തീർക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ 5 കാര്യം എന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് കഴിയുമെങ്കിൽ അടുത്ത ആഴ്ച ഇതിനെ തുടർന്ന് ചിന്തിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഹേമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഹേമേൻ 5-ാമത്തെ വാക്യം.
അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. ഏത് നിമിത്തം എന്നുള്ളത് തൊട്ട് മുമ്പിലത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിച്ചിരിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തം, നിത്യജീവനെ കുറിച്ചുള്ള വാഗ്ദത്തം. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിത്യജീവനുള്ളിൽ വന്നോ, സത്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ ഇതൊരു വാഗ്ദത്തമായി കൂടെ ഇരിക്കുകയാണ്. അതും മറന്നു പോകരുത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. ഹല്ലേലൂയ. ഗിവ് ഓൾ ഡിലിജൻസ് ഓർ മേക്ക് എവറി എഫർട്ട്. എനിക്ക് തോന്നുന്നു NIV-യിൽ മേക്ക് എവറി എഫർട്ട് എന്ന് എഴുതിയിരിക്കുന്നു. KJV-യിൽ ഗിവ് ഓൾ ഡിലിജൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. സകല ഉത്സാഹവും കഴിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി വളരാൻ വേണ്ടിയുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇതൊരു വർക്കിലേക്ക്, ഒരു കർമ്മ മണ്ഡലത്തിലേക്ക് പോവുകയാണോ? വളരുവാൻ വേണ്ടി നാം ചില പ്രവൃത്തികൾ ചെയ്യണമെന്ന രീതിക്ക് പോവുകയാണോ? നോ, ആ ആശയത്തിലല്ല. ഇത് ഒരു റെസ്പോൺസ് ആണ്. ദൈവത്തിന്റെ നമ്മോടുള്ള ആഹ്വാനത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം അങ്കുരിച്ചു, നമ്മോട് ഇടപെട്ടു. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വന്നു. എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? ദൈവത്തിന്റെ വിളിയോട് നാം റെസ്പോണ്ട് ചെയ്തപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് ആത്മീയ വളർച്ച ഉണ്ടാകാൻ കർത്താവ് നമുക്ക് കൽപ്പന തരുന്നു. നാം അതിനോട് പ്രതികരിക്കുന്നതാണ് എഫേർട്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകല ഉത്സാഹവും കഴിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ട സകല കാര്യങ്ങളും ചെയ്യണം. ടെറ്റലസ്റ്റായി എന്ന പദം കാൽവരി ക്രൂശിൽ കർത്താവ് ഉപയോഗിക്കുന്നവരുമായി കാണുന്നുണ്ട്. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന്, ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട സകല കാര്യങ്ങളും നിവൃത്തിയായി കഴിഞ്ഞു. ഇന്ന് രക്ഷയുടെ വാതിൽ എല്ലാവർക്കായും തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ അതിനോട് പ്രതികരിക്കുന്നവരാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. Whoever respond to it will enter into the grace and salvation of Christ. ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് പ്രതികരിക്കുന്നവരാണ്. ഇതുപോലെയാണ് ഇവിടെ പറയുന്നത്, സകല ഉത്സാഹവും കഴിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉത്സാഹം ഉണ്ടാകണം. ഉദാഹരണം ഞാൻ പറയുകയാണ്. നമ്മൾ ഈ സഭായോഗം വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്ലാറ്റ്ഫോമാണ് നമുക്ക് അനുയോജ്യമായത്, അല്ലെങ്കിൽ സാധ്യമായത്. ഒരാൾ പറയുകയാണ്, എനിക്ക് ഇപ്പോ നേരമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യമില്ല, ഞാൻ വേറെ വല്ല വഴിയും നോക്കിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്സാഹത്തിൽ മടുത്തുപോയെന്നാണ് അതിന്റെ അർത്ഥം. സഭയായി നാം ക്രമീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി ആരാധിക്കാൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നമുക്ക് എത്ര ഭംഗിയായി ഉപയോഗിക്കാനായിട്ട് കഴിയുമോ അത്രയും ഭംഗിയായിട്ട് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് ആത്മീയ വർധന ഉണ്ടാകുന്നു, നമ്മിൽ വളർച്ചയുണ്ടാകുന്നു. Make every effort. Put all your effort to grow in Christ. ക്രിസ്തുവിൽ വളരാൻ നമ്മെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യണം. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ആദ്യം പറഞ്ഞതുപോലെ വേദപുസ്തകം നിരന്തരം വായിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ആമേൻ. നമുക്കൊരു തീരുമാനമെടുക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അലസരായിട്ടുണ്ടെങ്കിൽ, ഉദാസീനരായിട്ടുണ്ടെങ്കിൽ, മടിയന്മാരായിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ആരോടെങ്കിലുമുള്ള നീരസ നിമിത്തം, ചിലപ്പോൾ പാസ്റ്ററോടായിരിക്കാം, ചിലപ്പോൾ ഭാര്യയോടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനോടായിരിക്കാം, ചിലപ്പോൾ മക്കളോടോ അമ്മയപ്പന്മാരോടോ സഹോദരങ്ങളോടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പിന്മാറിപ്പോയി അവരോടോ ഉള്ള നീരസം നിമിത്തം എനിക്കിതൊന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ ഇതിൽ നല്ല മാറി നിൽക്കുകയാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമ്മുടെ വളർച്ചയെ അത് ബാധിക്കുകയാണ്. നാം മടങ്ങി വരണം, ഉത്സാഹമുണ്ടാകണം. ഹല്ലേലൂയ. ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധം, പേഴ്സണൽ ഇന്നർ പേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടാണ്. അതിൽ നമ്മൾ വളരണം. അതിന് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കണം. നമുക്കൊന്ന് പരിശോധിക്കാം, എവിടെയെങ്കിലും ഉദാസീനത വന്നിട്ടുണ്ടോ, അലസത വന്നിട്ടുണ്ടോ, മടുപ്പ് വന്നിട്ടുണ്ടോ എങ്കിൽ നമുക്കിന്ന് പകൽക്കാലം ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ. ഒരു തീരുമാനമെടുക്കാം. ഐ വിൽ പുട്ട് ഓൾ മൈ എഫേർട്ട് ടു ഗ്രോ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ വളരാൻ എനിക്ക് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നാലെ പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആമേൻ, എല്ലാ എഫേർട്ടും എടുക്കണം. അടുത്ത പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മലയാളം ബൈബിളിലെ ഏറ്റവും ഒടുവിലാണ്, 7ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. കൂട്ടിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ്, ടു ആഡ്, കൂട്ടിക്കൊള്ളുവിൻ. ആമേൻ. എന്തൊക്കെ കൂട്ടണമെന്നുള്ളത് അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കൂട്ടണം, അവ കുറയരുത്. കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന ഈ ദിവസം വരുമ്പോൾ കുറയരുത്, ആരാധന കുറയരുത്, കൂട്ടിക്കൊള്ളണം. കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. കൂട്ടുന്നവരാകണം, കൂടുന്നവരാകണം, വർദ്ധിക്കുന്നവരാകണം, അബൗണ്ട് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്താണ് കൂട്ടേണ്ടത്? ഹല്ലേലൂയ. ഞാൻ ആമേൻ അടുത്ത ഭാഗത്തെ 2 കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോട് വീര്യം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി വിശ്വാസം നമ്മിൽ തന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം.
വിശ്വാസത്തോട് വീര്യം കൂട്ടുക. ഒന്നുള്ളതിനോട് കൂട്ടാനാ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം കൂട്ടുക. ദൈവം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം തന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. എഫേഷ്യൻസ് 2:8, 2:8 എഫേസ് ലേഖനം. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടത് ദൈവം നമ്മിൽ വിശ്വാസം തന്നതുകൊണ്ടാണ്. അതിന് വ്യക്തമാക്കുന്ന വാക്യങ്ങൾ നിരവധി ഉണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, റോമർ 12:3 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഓരോരുത്തന് വിശ്വാസം അവനവന് വിശ്വാസം പങ്കിട്ടതുപോലെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമാണിത് പങ്കിട്ടത്, വിശ്വാസം പങ്കിട്ടത് ദൈവമാണ്. നമ്മുടെ ഉള്ളിൽ വിശ്വാസം തന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ വിശ്വാസം തന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു, നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കത്തില്ലായിരുന്നു. ഈ വിശ്വാസം കർത്താവ് തരാതിരുന്നെങ്കിൽ അപ്പൊ ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട സകലരോടും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ഒരുപോലെ പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഈ ആത്മീയ വളർച്ചയിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. എന്റെ അകത്ത് വിശ്വാസം ഇല്ല, അതുകൊണ്ട് എനിക്കോളല്ല എന്ന് പറയാൻ പറ്റത്തില്ല. വൺസ് ഇഫ് യു സേവ്ഡ്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ കൃപയ്ക്കായി ഒന്ന് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഉള്ളിൽ ദൈവം വിശ്വാസം തന്നു. ഹല്ലേലൂയ. ഇനി ലൂക്കോസ് സുവിശേഷം 17:5 യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് ശാസിക്കുന്നില്ല, നിങ്ങൾ ചോദിച്ചത് തെറ്റാണെന്ന് പറയുന്നില്ല. അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ പറയുന്നത്. അപ്പൊ കടുകുമണിയോളം എങ്കിലും വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ അകത്ത് അത്രയെങ്കിലും കർത്താവ് തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിന് തന്നെ മലയെ നീക്കാൻ കഴിയും. വേരോടെ കാട്ടത്തിയെ ചാടി കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. അത്രയും ശക്തമാണ്. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു ചെറിയ വിശ്വാസം പോലും ഭയങ്കര ശക്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായ ശക്തി നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന വിശ്വാസത്തിനുണ്ട്. ഇന്ന് പകൽക്കാലം വെല്ലുവിളികൾ മുൻപിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ പറഞ്ഞാട്ടെ, എന്റെ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന വിശ്വാസം നിന്നെ ജയിക്കാൻ മതിയായതാണ്. ഇനി അഡീഷണൽ ആയിട്ട് ഒരു പുതിയ വിശ്വാസം അതിനുവേണ്ടി കിട്ടേണ്ട ഒരു കാര്യമില്ല. ഓൾറെഡി നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ഈ അളവ് പങ്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസം അത് ചെറുതല്ല, അതിന് മലയെ നീക്കാൻ ശക്തിയുണ്ട്. കാട്ടത്തിയ വേരോടെ പറഞ്ഞ് കടലിൽ ചാടിപ്പോക എന്ന് പറയാൻ കൽപ്പിച്ചങ്ങനെ സംഭവിക്കും. അത്ര ശക്തമാണ് ദൈവം നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന വിശ്വാസം. എന്നാൽ അത് വളരണം, അത് വർദ്ധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. 2 കൊരിന്ത്യർ 10:15 പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണം. വിശ്വാസത്തിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകണം. ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ വിശ്വാസത്തിന് അതിന്റെ അളവിന് വർധന ഉണ്ടാകണം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ഒത്തിരി നിൽക്കുന്നില്ല, സമയം മുന്നോട്ട് പോയല്ലോ. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. നോക്കുക, വിശ്വാസത്തോട് വീര്യം. വീര്യം എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ വെർച്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെർച്യൂ എന്നാൽ ഓൾ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ് ലൈക്നെസ് എന്നാണ് നമുക്ക് ബൈബിൾ ഭാഷയിൽ അർത്ഥം കൊടുക്കാനായിട്ട് കഴിയുന്നത്, പുതിയ നിയമ ഭാഷയിൽ അർത്ഥം കൊടുക്കാനായിട്ട് കഴിയുന്നത്. വെർച്യൂ, ധാർമ്മിക ഗുണം, സ്വഭാവ ഗുണം, സ്വഭാവ ശ്രേഷ്ഠത എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മലയാള പദം അവിടെ വാസ്തവത്തിൽ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാവുക, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാവുക. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അകത്ത് യേശുവിൽ വിശ്വസിക്കാൻ കർത്താവ് വിശ്വാസം തന്നു, വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടു. ആ വിശ്വാസം വളരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതിനോട് ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ കൂട്ടിക്കൊള്ളണം. ആത്മീയ വളർച്ചയ്ക്ക് എങ്ങനെ ആത്മീയ വളർച്ച സാധ്യമാകുന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ വിശ്വാസത്തോട് കൂട്ടിക്കൊള്ളണം. ക്രിസ്തുവിന്റെ സ്വഭാവം എങ്ങനെ നമുക്ക് കൂട്ടാനായിട്ട് കഴിയുന്നത്? ഹല്ലേലൂയ. യേശുവിനെ അധികമായി അറിയുക. ഒരു വ്യക്തിയെ എങ്ങനെ നമുക്ക് അനുകരിക്കാനായിട്ട് കഴിയുന്നത്? ആ വ്യക്തിയെ അധികമായി അറിയുന്നതിലൂടെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട, അങ്ങനെ പറയുന്ന വാക്ക് തെറ്റാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ആ പദം ഒരു സിനിമാ താരം സുശാന്ത് സിംഗ് അല്ലെ, അദ്ദേഹത്തിന്റെ മരണം ഒത്തിരി പേർക്ക് നടുക്കമുണ്ടാക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. അദ്ദേഹത്തെ കുറിച്ചുള്ള പല ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഭയങ്കരമായിട്ട് മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകി, ഭയങ്കര പ്രാധാന്യത്തോടെ വാർത്ത നൽകിയതാണ്. കാരണം അദ്ദേഹം അത്രയും കഴിവുള്ള മനുഷ്യനായിരുന്നു, ഭയങ്കരമായ ബുദ്ധിയുള്ള, ഭയങ്കര ഓർമ്മശക്തിയുള്ള, ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ഒരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് IT-യിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര നോളജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാർത്ത നൽകിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു കാര്യം, മറ്റു വിഷയങ്ങളെല്ലാം അവിടെ കിടക്കട്ടെ, ഒരു കാര്യം, അദ്ദേഹം
മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും ഇപ്പോഴും നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അംഗവുമായിരിക്കുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഒരു സിനിമയാക്കിയതിൽ ധോണിയായിട്ട് അഭിനയിച്ചത് ഈ സുശാന്ത് സിംഗ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ആത്മീയമായി നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം 6 മണിക്കൂറിലധികം ധോണിയെ പോലെ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിക്കറ്റ് കീപ്പർ കിരൺ മോറയുടെ അണ്ടറിൽ ബാറ്റിംഗ് പരിശീലനം നടത്തി, കീപ്പിംഗ് പരിശീലനം നടത്തി, വിക്കറ്റ് കീപ്പിംഗ് പരിശീലനം നടത്തി. ക്രിക്കറ്റുമായി ബന്ധമില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും, എങ്കിലും നിങ്ങൾ ആ ഡെഡിക്കേഷൻ ആണെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി, ബാക്കിയൊക്കെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ ദിവസങ്ങളോളം അദ്ദേഹം ധോണിയെ പോലെ അഭിനയിക്കാൻ, ധോണി കളിച്ചു, ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ, ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അഭിനയിക്കാൻ അദ്ദേഹം 6 മണിക്കൂറോളം ദിവസങ്ങൾ പരിശീലനം നടത്തിയെന്ന്. ഡെഡിക്കേഷൻ നോക്കുക. എന്തിനാ? ധോണിയെ പോലെ ആകാൻ, ധോണിയെ അനുകരിക്കാൻ. അദ്ദേഹം ധോണി നടക്കുന്നത് പോലെ നടക്കാൻ പരിശീലിച്ചു. ധോണിയുടെ മാനറിസം എല്ലാം അദ്ദേഹം വീഡിയോ കണ്ടും പഴയ കളികൾ കണ്ടും അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കണ്ട് അതുപോലെ അനുകരിച്ചു. അതിനുവേണ്ടി ഗ്രൗണ്ടിലും അല്ലാതെയൊക്കെ പരിശീലനം, മണിക്കൂറുകൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പരിശീലനം നടത്തി. എന്റെ ചോദ്യം, ഒരു ലോകത്തിലെ ഒരു ക്രിക്കറ്റ് താരത്തെ അനുകരിക്കാൻ ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ ഇത്രയധികം ഡെഡിക്കേഷനോടുകൂടെ മണിക്കൂറുകളും ദിവസങ്ങളും ചെലവിട്ട് 2-3 മണിക്കൂർ ഒരു സ്ക്രീനിൽ കാണിക്കാനുള്ള ഒരു മൂവിക്ക് വേണ്ടി ഇത്രയധികം ഡെഡിക്കേഷൻ നടത്തി അദ്ദേഹം അതുപോലെ ആയിത്തീർന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ ആയിത്തീർന്നെങ്കിൽ, എന്റെ ചോദ്യം, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ പോലെയാകാൻ നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാവുന്ന ആ ക്രിസ്തുവിനെ പോലെയാകാൻ നമ്മൾ എന്ത് പരിശീലനം നടത്തുന്നുണ്ട്? നമ്മുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വരുത്തുന്നുണ്ട്? എന്ത് ക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇതൊരു നല്ല അവസരമാണ്. ഈ ലോക്ക്ഡൗൺ ടൈം എന്നും ഇപ്പോൾ കടന്നു പോകുന്ന കഠിനമായ പരിശോധനയുടെ സമയം നമ്മെ ഒന്ന് സ്വസ്ഥമായിരുന്ന് ചിന്തിക്കാനും ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിനെ പോലെ ആയിത്തീരുക. ഈ ലോകത്തുള്ളതെല്ലാം താൽക്കാലികമാണ്, ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ല. ഇവിടെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇട്ടേച്ച് പോയേ പറ്റത്തുള്ളൂ. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാകാം ഇട്ടേച്ച് പോകാൻ. ചിലപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആകാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തുമാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർമ്മിക്കട്ടെ, നമ്മൾ ആരെ പോലെ ആകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ പോലെ ആകാൻ. നമ്മൾ ആ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായി നമ്മൾ രൂപാന്തരം സംഭവിക്കണം. ക്രിസ്തുവിന്റെ ലൈക്നെസ്, യേശുവിനെ പോലെ നാം ആയിത്തീരണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം എന്താ ചെയ്യുന്നത്? ധോണിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സുശാന്ത് സിംഗ് ചെയ്തത്, ഒന്ന്, അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു, കളികൾ കണ്ടു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയാവുന്ന വ്യക്തികളുടെ അടുക്കൽ പോയി ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചു, ചോദിച്ചു, മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ മാനറിസംസ് അറിയാവുന്ന വ്യക്തികളുടെ അടുക്കൽ പോയി ഗ്രഹിച്ചു, പരിശീലനം നടത്തി. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. നമുക്ക് യേശുവിനെ കുറിച്ച് അറിയാൻ ഏറ്റവും ഭംഗിയായി നൽകിയിരിക്കുന്നതാണ് വേദപുസ്തകം. ഇതിന്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശുവുണ്ട്. സുവിശേഷങ്ങളിൽ മാത്രമല്ല, സുവിശേഷങ്ങളിൽ യേശുവിന്റെ ബയോഗ്രഫി, അല്ലെങ്കിൽ യേശു ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചതും ജീവിച്ചതും അക്ഷരാർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തി മുതൽ യേശുവിനെ കാണുവാനായിട്ട് കഴിയും. നമുക്ക് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിൽ ജനിച്ച എന്ന് തുടങ്ങി ലോകസ്ഥാപനം മുൻപേ നമുക്ക് വേണ്ടി വേർതിരിയപ്പെട്ട, അറുക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ദൈവക്കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവക്കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുവിനെ പഠിക്കാനായിട്ട് നമ്മളിത് എത്രത്തോളം വായിക്കുന്നു, എത്രത്തോളം ധ്യാനിക്കുന്നു, എത്രത്തോളം പഠിക്കുന്നു. ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്ത എന്താണ്? യേശുവിനെ പോലെ എനിക്ക് ആകാൻ വേണ്ടി ഞാനിത് വായിക്കുന്നു, ധ്യാനിക്കുന്നു, പഠിക്കുന്നു എന്ന ചിന്തയാണ് നമുക്കുള്ളത്. നമ്മൾ എത്ര സമയം ഓരോ ദിവസവും അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്? നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മളത് മറന്നു പോവുകയാണോ? അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് നമ്മൾ മാറ്റിവെക്കുകയാണോ? ഓരോ ദിവസവും അങ്ങനെ കടന്നു പോവുകയാണോ? ഇന്ന് പകൽക്കാലം ഇതൊരു ഉണർവ് പ്രസംഗമല്ല, എന്നാൽ യഥാർത്ഥ ഉണർവ് പ്രസംഗമാണിത്. വാക്കുകളുടെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഒരു വലിയ വിപ്ലവമൊന്നും ഇവിടെ നടക്കുന്നില്ലെങ്കിലും അകത്ത് വിപ്ലവം നടത്താൻ പോകുന്ന, അകത്ത് രൂപാന്തരം വരുത്താൻ പോകുന്ന ഒരു സന്ദേശമാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആഴമായി ചിന്തിക്കാൻ, വെറുതെ കേട്ട് മറക്കാനല്ല, കേട്ട് വിട്ടയച്ചു പോകാനല്ല. മാറ്റം നമ്മളുണ്ടാകണം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ യേശുവിനെ പോലെ ആകാനുള്ള ആ പരിശ്രമം, ആ ഓൾ എഫർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം.
വേദപുസ്തകം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. അതിൽ നിന്ന് യേശുവിനെ കുറിച്ച് ഗ്രഹിക്കണം, യേശുവിന്റെ സ്വഭാവം ഗ്രഹിക്കണം. യേശു എന്ത് ചെയ്തു, യേശു എന്തൊക്കെ നമുക്ക് കാണിച്ചെന്ന്, യേശു എന്തൊക്കെ പഠിപ്പിച്ചു, യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്ന് വേണ്ട, യേശുവിനെ നമ്മൾ പഠിക്കുന്നതോറും മനസ്സിലാക്കുന്നതോറും അവനെ അനുകരിക്കാൻ, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിപ്പിനെന്ന് പൗലോസ് പറയണമെങ്കിൽ യേശുവിനെ അത്രമേൽ അദ്ദേഹം മനസ്സിലാക്കി അനുകരിച്ചതുകൊണ്ടാണ് പറയുന്നത്. നമുക്കും യേശുവിനെ മനസ്സിലാക്കാം, ഗ്രഹിക്കാം, അനുകരിക്കാം. ആത്മാവിൽ യേശുവിനെ മനസ്സിലാക്കാം, നമ്മുടെ ബുദ്ധിയിലല്ല. ബുദ്ധി നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ അറിവുകൾ നമ്മെ സഹായിക്കട്ടെ, വായന നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ആ പരിജ്ഞാനത്തിലൂടെ നമുക്ക് സഞ്ചരിച്ച് ക്രിസ്തുവിനെ നമുക്ക് ഗ്രഹിക്കാം, അതിൽ വളരാൻ, ആത്മീയ വളർച്ചയ്ക്ക് യേശുവിനെ പോലെ ആയിത്തീരുക. ബാക്കി ഭാഗം കർത്താവിന് വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കണ്ണുകൾ അടച്ച് തിരുവെഴുത്തുകളുടെ മുൻപാകെ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തെ, ആത്മീയ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. ആത്മീയ വളർച്ച അതൊരു ഓപ്ഷൻ അല്ല, അത് മാൻഡേറ്ററി ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു എക്സോർട്ടേഷൻ അല്ല, അതൊരു കമാൻഡാണ്. ഹല്ലേലൂയ. ഒരു കൽപ്പനയാണ് ആത്മീയ വളർച്ച. നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തിക്കും ഇതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം, ഏറ്റവും അധികം പ്രാർത്ഥിക്കണം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ഉപവസിക്കണം ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. പോരാ, അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കണം. ഹല്ലേലൂയ. ആമേൻ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം, അത് കുടിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ പകർത്തണം, യേശുവിന്റെ ആ സ്വഭാവം നമ്മിലേക്ക് വരണം. നമ്മുടെ വിശ്വാസം അത് വർദ്ധിക്കണം, വിശ്വാസം വളരണം. ഹല്ലേലൂയ. അതിനോട് ക്രിസ്തുവിന്റെ ലൈക്നെസ്, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രൈസ്റ്റ് നമ്മിൽ പകർത്തണം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുവിനെ പോലെ ജീവിക്കാൻ സാധ്യമാണോ? ഉത്തരം സാധ്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിക്കുമോ? ഒരു മറുചോദ്യമാണ് അതിന്റെ ഉത്തരം. ഹല്ലേലൂയ. നമ്മൾ സമാധാനം പറഞ്ഞേ മതിയാകത്തുള്ളൂ, ദൈവത്തോട് നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാകത്തുള്ളൂ. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം ഭാര്യയല്ല, ഭർത്താവല്ല, പാസ്റ്ററല്ല, സഭയല്ല, ചുറ്റുപാടല്ല, രാജ്യമല്ല, ജോലിയല്ല, മറ്റൊന്നുമല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം. തിരിച്ചറിയാമോ? നമ്മുടെ ഭാഗത്ത് എടുക്കേണ്ട ആ എഫേർട്ട്, ഹല്ലേലൂയ, ആ പരിശ്രമം, ആ ഉത്സാഹം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഈ തിരുവെഴുത്തുകൾ ആഴമായി നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുവാൻ പ്രേരണയായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഇടപെട്ട ആലോചനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഈ തിരുവെഴുത്തുകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആത്മീയമായി വളരണമെന്നുള്ളത് അങ്ങയുടെ ആഗ്രഹം മാത്രമല്ലല്ലോ, അങ്ങ് നൽകിയിരിക്കുന്ന കൽപ്പന കൂടെയാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. ആ കൽപ്പന ഞങ്ങൾ ശിരസാ വഹിക്കുന്നു, ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ വലിയ ആത്മീയ വളർച്ചയുണ്ടാകട്ടെ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒന്നറിയുന്നു, ഞങ്ങൾക്ക് ആത്മീയമായി വളരാനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണിത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോൾ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ആത്മീയമായി വളരുവാൻ, അതിനായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ആത്മാവ് വളർന്ന് അതിന്റെ പ്രതിഫലനം ദേഹിയിലും ശരീരത്തിലും വെളിപ്പെടുന്നത് കാണുവാൻ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമായുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ ഞങ്ങൾ അനുദിനം വളരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഒന്നിനും ഞങ്ങളെ അങ്ങനെയുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയാത്ത ദൃഢമായ ശക്തമായ ആത്മീയ ബന്ധം വളരുമാറാകട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സഭയായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വചനങ്ങൾ അനുഗ്രഹമായി എന്ന് കരുതുന്നു. ദൈവം ഏവരെയും സഹായിക്കട്ടെ, മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭായുഗത്തിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കർത്താവ് നമുക്ക് അയച്ചു